എപ്പോഴാണ് ഒരുവൻ വീണ്ടും ജനിച്ചു എന്ന് അവന് ബോധ്യപ്പെടുന്നത്? അത് ന്യായമായ ഒരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവർ, എപ്പോഴാണ് വീണ്ടും ജനിച്ചു എന്നുള്ള ബോധ്യമുണ്ടാകുന്നത്? ഞാൻ പറഞ്ഞു, വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചുരുക്കമായി പറയുവാൻ ഞാൻ ആഗ്രഹിച്ചു. വീണ്ടും ജനനം എന്ന വിഷയത്തെക്കുറിച്ച് ദീർഘമായ ദിവസങ്ങൾ നമ്മൾ സംസാരിച്ചാലും പിന്നെയും ബാക്കി കിടക്കുന്നത് പോലെയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനിക്കുക, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരു കുഞ്ഞ് ഗർഭസ്ഥ ശിശു മറ്റൊരു ലോകത്തേക്ക് വരുന്നത് പോലെ, സ്തോത്രം, ഈ ലോകത്തിന്റെ പിന്നാലെ, ഈ ലോകത്തിലെ അനുഭവങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി ആത്മലോകത്തേക്ക് ഉൾപ്രവേശിക്കുകയും ആത്മാവായ ദൈവത്തോടുള്ള ഹൃദയപൂർവവും സജീവവുമായ കൂട്ടായ്മ ബന്ധത്തിന്റെ മാധുര്യ അനുഭവം അവൻ അനുഭവിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ വീണ്ടും ജനിച്ചു എന്നവനെ ബോധ്യം വരും. അതിന്റെ ഫലമായി അവന് ലോകത്തിൽ നിന്ന്, ലോകത്തോട് പുറംതിരിച്ച് ദൈവാഭിമുഖമായി യാത്ര ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകും. അവന് തന്നെ അതിശയം തോന്നും. എന്നോട് ചില സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇത്രയും മാറ്റം വന്നോ എന്ന് ഞാൻ അതിശയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അപ്പോൾ തങ്ങൾക്ക് തന്നെ അടിസ്ഥാനപരമായ ഒരു മാറ്റം വന്നുവെന്നും ദൈവത്തോടുള്ള വ്യക്തിബന്ധം അവനെ അനുഭവിക്കുവാൻ കഴിയുന്നുവെന്നും ഈ ലോകം ചെറുതാണെന്നും വരുവാനുള്ള ലോകമാണ് ഏറെ പ്രധാനമെന്നും മരണാനന്തര ജീവിതമാണ് ഏറ്റവും പ്രമുഖമെന്നുമുള്ള ആ തിരിച്ചറിവ് ഒരുവനിൽ വരുന്നുവെങ്കിൽ അവൻ വീണ്ടും ജനിച്ചു എന്ന് അവന് ഉറപ്പിക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ദീർഘമായ സമയം സംസാരിക്കേണ്ടതാണെങ്കിലും സമയം പരിമിതമായതുകൊണ്ട് ഞാൻ അത്രയും വാക്കുകൾ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുന്നു. വീണ്ടും ജനിച്ചവന് പ്രാർത്ഥന ആസ്വാദ്യകരമായ ഒരു അനുഭവമാകും. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആളുകൾ ഒരു സങ്കല്പ ലോകത്തിലായിട്ട് എന്തൊക്കെയോ പുലമ്പി വിടുകയാണ്. എന്നാൽ യഥാർത്ഥമായി വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ, സ്തോത്രം, അവന് പ്രാർത്ഥന, സ്തോത്രം, അതൊരു അനുഭൂതിയാണ്, ഒരു അനുഭവമാണ്, ഒരു ആനന്ദമാണ്. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്തു നിന്നും പ്രമോദങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ അനുഭവം അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. സ്തോത്രം. വചനം അവനെ ആസ്വദിക്കാൻ ആരംഭിക്കുന്നു. വചനത്തിന്റെ ആഴമായ ആത്മീയ മർമ്മങ്ങൾ അവൻ ഗ്രഹിക്കുകയും അതിലവൻ സന്തോഷിക്കുകയും ചെയ്യുവാൻ ആരംഭിക്കുന്നു. സ്തോത്രം. ഇതൊക്കെ വീണ്ടും ജനിച്ചു എന്നുള്ള ഉറപ്പ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊടുക്കുന്നു. അടുത്തൊന്ന്, മരണഭീതി മാറി എന്നുള്ള ആ വലിയ അനുഭവം. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. സ്തോത്രം. മരണഭീതി മാറി. വീണ്ടും ജനിച്ചവന് മരണഭീതി മാറി. ഹല്ലേലൂയ. അവരുടെ താല്പര്യങ്ങളിൽ വ്യത്യാസമായി, അവരുടെ ജീവിതചര്യയിൽ മാറ്റമായി. ഈ അനുഭവങ്ങൾ ഒരുവനുണ്ടാകുമ്പോൾ അവൻ യഥാർത്ഥമായി വീണ്ടും ജനിച്ചു എന്നുള്ള ബോധ്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് അങ്ങനെ ആഴമായ വ്യത്യാസത്തെക്കുറിച്ച് ബോധ്യപ്പെടത്തക്ക ഒരു സാവകാശം അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ലഭിച്ചെന്ന് വരികയില്ല. ചിലപ്പോൾ ഒരു രോഗാവസ്ഥയിലായിരിക്കുമ്പോഴായിരിക്കാം ഒരുവൻ കർത്താവിനെ കുറിച്ച് ചിന്തിക്കുകയും കർത്താവിനായി തന്നെ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. സർവശക്തനായ നമ്മുടെ കർത്താവ് അവന്റെ എല്ലാ അവസ്ഥയും അറിയുന്നുണ്ട്. ക്രൂശിൽ വെച്ച് കർത്താവിനെ ഏറ്റുപറഞ്ഞ ആ ദുഷ്പ്രവർത്തിക്കാരൻ അവന് മറ്റ് ശുശ്രൂഷകൾക്കൊന്നും അവസരം ലഭിച്ചില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞ ചിലർക്ക് ചോദിക്കാൻ അവൻ സ്നാനപ്പെട്ടില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ഒരു കാര്യം മറക്കരുത്, ക്രൂശിലെ കള്ളൻ മരിച്ചു കഴിഞ്ഞാണ് സ്നാനത്തിന്റെ ഉപദേശം കർത്താവ് കൊടുത്തത് എന്നുള്ളത് മറന്നു പോകരുത്. അത് കഴിഞ്ഞാണ്. ഉയിർത്തെഴുന്നേറ്റ ശേഷമാണ് സ്നാനത്തിന്റെ ഉപദേശം കർത്താവ് കൊടുത്തത്. അതിനു മുമ്പ് സ്നാനോപദേശം കർത്താവ് കൊടുത്തിരുന്നില്ല. അപ്പോൾ ക്രൂശിലെ കള്ളൻ അല്ലെങ്കിൽ ആ ദുഷ്പ്രവൃത്തിക്കാരൻ അവൻ മാറ്റം അവൻ മരിച്ചതിന് ശേഷം കൊടുത്ത ആ ഉപദേശം അനുസരിച്ചില്ല എന്നുള്ളത് കൊണ്ട് നമുക്കും അതിന്റെ ആവശ്യമില്ല എന്ന നിഗമനത്തിലേക്കൊന്നും എത്തരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, അവന് വളരെ ചെറിയ ഒരു സമയമേ അവന് ലഭിച്ചുള്ളൂ. സ്തോത്രം. പക്ഷെ ആ സമയത്ത് അവൻ കർത്താവിനോടുള്ള ആ വ്യക്തിബന്ധത്തിന്റെ അനുഭവം ഉണ്ടായി. അവൻ പാപബോധം ഉണ്ടായി. നമ്മൾ അർഹിക്കുന്നതാണ് അനുഭവിക്കുന്നത്, ന്യായമായത് അനുഭവിക്കുന്നത്. അവന് യേശുവിനെ കുറിച്ച് ബോധ്യമുണ്ടായി. നീ രാജാവാണ്, നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരും. സ്തോത്രം. നീ എന്നെ ഓർക്കണം. സ്തോത്രം. ഇതൊക്കെ ഒരു ചെറിയ നിമിഷം കൊണ്ട് അവൻ ആ അനുഭവം ഉണ്ടായി. ഇതുപോലെ ഒരു അനുഭവം, സ്തോത്രം, ചിലപ്പോൾ കർത്താവുമായുള്ള വ്യക്തിബന്ധത്തിന്റെ ആ ഊഷ്മളമായ അനുഭവത്തിൽ ആയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാവകാശം ചിലപ്പോൾ ലഭിച്ചില്ലെങ്കിൽ പോലും അവന്റെ അവസ്ഥ അറിയുന്ന ദൈവം
സ്തോത്രം, അവന് ദൈവത്തോടുള്ള വ്യക്തിബന്ധം ഉണ്ടായി എന്നുള്ള ആ തിരിച്ചറിവ് അവനുണ്ടാവുകയാണെങ്കിൽ ദൈവം ആ കാര്യം സ്തോത്രം അറിഞ്ഞു, എൻ്റെ കർത്താവ് എന്നെ അറിയുന്നു, അവൻ എന്നെ സ്നേഹിക്കുന്നു, സ്തോത്രം, ആ തിരിച്ചറിവ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സ്തോത്രം അവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും. സ്തോത്രം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. സ്തോത്രം. അടുത്ത ന്യായമായി ചോദിച്ച ഒരു ചോദ്യം, ഇന്നലെ രാത്രി അത് പരാമർശിച്ചതാണ്. കൊലോസ് ലേഖനത്തിലെ ഒരു വാക്യമാണ്, 1-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. കൊലോസ് ലേഖനം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ സന്തോഷമാണല്ലോ. ഇപ്പോൾ കൊലോസർ 1:24, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. സ്തോത്രം. ഇത് ചില ആളുകൾക്കൊക്കെ ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു വചനഭാഗമാണ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടോ? കർത്താവ് കാൽവറിൽ അനുഭവിച്ച ആ പീഡാനുഭവങ്ങൾ അത് തികവുള്ളതായിരുന്നില്ലേ, അത് പൂർണ്ണമായിരുന്നില്ലേ എന്ന് ന്യായമായും ചോദിക്കുവാൻ സാധ്യതയുണ്ട്. സ്തോത്രം. കർത്താവ് അനുഭവിച്ച പീഡാനുഭവം അതിൽ തന്നെ തികവുള്ളതും പൂർണ്ണവുമാണ്. പിന്നെ ഇവിടെ എന്തുവാ പറയുന്നത്? ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്ന് പറയുന്നത്. പറയാം പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കഷ്ടമനുഭവിച്ച് പീഡാനുഭവത്തിലൂടെ തൻ്റെ പ്രാണൻ ഒരു യാഗമായി സൗരഭ്യവാസനയായി തന്നെ കർത്താവിനായി സമർപ്പിച്ചു. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സൗരഭ്യവാസനയായി കർത്താവ് തന്നെ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ്. ആ കർത്താവിന്റെ ആ പ്രായശ്ചിത്ത ബലിമരണത്താൽ രക്ഷന്റെ ശുശ്രൂഷ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടു. ആ കഷ്ടങ്ങൾ അതിൽ തന്നെ തികവുള്ളതാണ്. എന്നാൽ ശ്രദ്ധിക്കണേ, കർത്താവ് ഈ കഷ്ടാനുഭവങ്ങൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ കർത്താവ് കഷ്ടമനുഭവിച്ച ആ സദ്വർത്തമാനം നമുക്ക് പകരക്കാരനായി മരിച്ച് അടക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റു എന്നുള്ള ആ സദ്വർത്തമാനം മറ്റുള്ളവരെ അറിയിക്കുകയും അവരത് അറിഞ്ഞ് അത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അനുസരണത്തിനായി അവർ തങ്ങളെ സമർപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ രക്ഷണ്യ ശുശ്രൂഷ അവരിൽ ഫലകരമാകുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ കർത്താവ് കഷ്ടമനുഭവിച്ചത് മറ്റുള്ള പാപികളായ തൻ്റെ മക്കളെ, തൻ്റെ സൃഷ്ടികളായ മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ആ രക്ഷണ്യ ശുശ്രൂഷയായിട്ടാണ് കർത്താവ് കഷ്ടമനുഭവിച്ചത്. ആ രക്ഷണ്യ ശുശ്രൂഷ ഫലകരമാകണമെങ്കിൽ കർത്താവ് നിവർത്തിച്ച ആ സദ്വർത്തമാനം, ആ രക്ഷാ സന്ദേശം അവരിൽ എത്തിച്ചു കൊടുക്കണം. അവരിൽ അത് എത്തിച്ചു കൊടുക്കുന്നതിന് ഒരു അധ്വാനമുണ്ട്, ഒരു പ്രയത്നമുണ്ട്, അതിൽ ചില കഷ്ടാനുഭവങ്ങളുണ്ട്. സുവിശേഷീകരണത്തിൽ കഷ്ടാനുഭവങ്ങളുണ്ട്. അത് വേണമെങ്കിൽ പറയാം ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളതാണെന്ന് വിശേഷിപ്പിക്കാം. അതാണ് പൗലോസ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ടൊക്കെ കാലത്ത് നമുക്കറിയാമല്ലോ, ഇന്നത്തെ പോലെ ആയിരുന്നില്ല. കല്യാണമോ നമ്മുടെ മാസികങ്ങളോ ഒക്കെ വരുമ്പോൾ അവരവർ തന്നെ ബന്ധുക്കളെല്ലാം കൂടെ കൂടി, അല്ലെങ്കിൽ സഭാജനങ്ങളെല്ലാം കൂടെ കൂടിയാണ് വരുന്ന വിരുന്നുകാർക്ക് വേണ്ടി സദ്യ എല്ലാം ഒരുക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, മാസയോഗത്തിന് തലേ ദിവസം വെള്ളിയാഴ്ച വൈകിട്ട് സഭാംഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അന്നൊരു സാമൂഹ്യ സദ്യ, ഒരു സ്നേഹവിരുന്ന് സഭക്കാർക്ക് തന്നെ അവിടെ ഉണ്ടാകും. അതിനുശേഷം ഒരു കൂട്ടായ്മയൊക്കെ കഴിഞ്ഞ ശേഷം ഒരു യോഗം നടത്തിയ ശേഷം അവരെല്ലാവരും കൂടെ ഇരുന്ന്, സഭാംഗങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് പിറ്റേ ദിവസത്തെ സദ്യയ്ക്ക് വേണ്ടി മാസയോഗത്തിന് വരുന്നവർക്ക് സൽക്കാരം കൊടുക്കാനായിട്ട് എല്ലാ പണിയും ആരംഭിക്കും. ഈ പണിയെല്ലാം തീർന്ന് എല്ലാം വിരുന്നെല്ലാം ഒരുക്കി കഴിയുമ്പോഴേക്കും നേരം ഏതാണ്ട് പുലർച്ചെയാകും.
നേരം പുലർച്ചെയാകുമ്പോഴേക്ക് വിഭവങ്ങളെല്ലാം ഭംഗിയായി ഒരുക്കപ്പെട്ടു. ഒരു കറിക്ക് ഒരു കടുക് താളിക്കാൻ പോലും ഇല്ല, എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു, എല്ലാം ഭംഗിയായി ഒരുക്കപ്പെട്ട് കഴിഞ്ഞ് പിന്നെ ഒരു വീടുകളിലേക്ക് പോയി കുളിച്ച് റെഡിയായി. പാസ്റ്റർക്ക് നിർബന്ധമാണ്, എല്ലാവരും നിർബന്ധമായി തലേന്ന് രാത്രി ഉറക്കളച്ചെന്നും കണ്ടൊന്നും യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാൻ അതൊരു ഒഴികഴിവല്ല. എല്ലാവരും നിർബന്ധമായും ഫ്രഷ് ആയിട്ട് തന്നെ വരണം. എല്ലാവരും പോയി കുളിച്ച് റെഡിയായി ഫ്രഷ് ആയിട്ട് യോഗത്തിൽ സംബന്ധിക്കും. യോഗത്തിൽ വന്നിരുന്ന് യോഗം തീരുന്നത് വരെ, അപ്പോൾ നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്, കഷ്ടം എല്ലാം യോഗം തീരുന്നവരെ അവരിങ്ങനെ കഷ്ടം സഹിച്ച് പേടിച്ചിരിക്കും. അത് കഴിയുമ്പോ പിന്നെ ഇത് വിളമ്പിക്കൊടുക്കണം. സദ്യ ഒരുക്കി അത് പൂർണ്ണമാ, പക്ഷെ അത് വിളമ്പിക്കൊടുത്തെങ്കിൽ മാത്രമേ ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. സദ്യ ഒരുക്കിയതുകൊണ്ടുള്ള പ്രയോജനം ആളുകൾക്ക് ലഭിക്കണമെങ്കിൽ അത് വിളമ്പിക്കൊടുക്കണം. ഇന്നത്തെ പോലെ ആയിരുന്നില്ലല്ലോ, വിളമ്പിക്കൊടുക്കുന്നു പന്തിയായി തറയിലിരിക്കുക, കുനിഞ്ഞ് വിളമ്പിക്കൊടുക്കണം. ആരെയും ഒരു തോർത്തൊക്കെ കെട്ടി കുനിഞ്ഞ് ഇതിങ്ങനെ വിളമ്പിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അധ്വാനമാണ്. ആ അധ്വാനം എന്ന് പറയുന്നത് ഈ സദ്യ ഒരുക്കുന്നതിനുണ്ടായ അധ്വാനത്തിൽ കുറവുള്ളത് പൂർത്തീകരിക്കുന്ന ഒരു ചടങ്ങാണ്. ഈ സദ്യ ഒരുക്കുന്നതിനുണ്ടായ അധ്വാനം അതിൽ തന്നെ തികവുള്ളതാണെങ്കിലും അതിൽ കുറവായുള്ളത് വിളമ്പിക്കൊടുക്കുന്നത്, ആ വിളമ്പിക്കൊടുക്കുന്ന അധ്വാനം എന്ന് പറയുന്നത് ആ സദ്യ ഒരുക്കുന്നതിന്റെ അധ്വാനത്തിൽ കുറവുള്ളത് പൂരിപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് തന്നെയാണ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. ഞാൻ എൻ്റെ ജഡത്തിൽ അവന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി പൂരിപ്പിക്കുന്നു. സഭയുടെ പ്രതിനിധി എന്ന പോലെയാണ് അപ്പോസ്തലൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പൗലോസ് തന്നെ പറയുന്നുണ്ട്, റോമാലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും, ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും, കേൾക്കാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും, വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും, എങ്ങനെ പോകും? സ്തോത്രം. അപ്പൊ നോക്കണേ, സഭയാണ് ഒരു ശുശ്രൂഷകനെ അയക്കേണ്ടത്. എവരി മിഷണറി ഷുഡ് ബി സെൻഡ് ബൈ ദ ചർച്ച്. സഭ അവന്റെ പുറകിലുണ്ടാകണം. അപ്പൊ നോക്കണേ, അപ്പോൾ സഭയുടെ പ്രതിനിധിയായി പോയി സുവിശേഷീകരണത്തിന്റെ അധ്വാനവും അതുമായി ബന്ധപ്പെട്ടുള്ള കഷ്ടങ്ങളും സഹിക്കുമ്പോൾ, ഹല്ലേലൂയ, സഭയ്ക്കു വേണ്ടി ഈ മിഷണറി തന്റെ ശരീരത്തിൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് പൂരിപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയും. അപ്പോൾ സുവിശേഷീകരണത്തിന്റെ അധ്വാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ, വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സുവിശേഷീകരണത്തിൽ ഉള്ള അധ്വാനമാണ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിലെ കുറവ് എന്നിവിടെ പൗലോസ് പരാമർശിക്കുന്നു. അത് സുവിശേഷീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ, ഒരു ദൈവദാസന്റെ പദവിയെ സൂചിപ്പിക്കുന്നു. വാവ്, സ്തോത്രം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്, സ്തോത്രം. അവൻ ഒരുക്കിയ രക്ഷാ സന്ദേശം, ഹല്ലേലൂയ, സ്തോത്രം, അനുഭവിക്കുവാൻ ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുത്ത് അവരെ ശുശ്രൂഷിച്ച് അവരെ ക്രിസ്തുവിലേക്ക് നടത്തി ക്രിസ്തു ഒരുക്കിയ രക്ഷാമാർഗം അവരുടെ ജീവിതത്തിൽ ഫലകരമാകുന്നതിന്, സ്തോത്രം, ദൈവം എനിക്കൊരു പദവി തന്നിരിക്കുന്നു. അത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് ഇതാ ഞാൻ എൻ്റെ ജഡത്തിൽ അവന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി പൂരിപ്പിക്കുന്നു. അത് ഒരു സുവിശേഷീകരണ പദവിയിലേക്ക് വിരൽ ചൂണ്ടുന്നു, വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമതായി ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ഈ മണവാളൻ മണവാട്ടി എന്ന സാദൃശ്യത്തെ അല്പം കൂടെ ഒന്ന് വിശദീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു, ആഴമായ ആത്മീക സത്യങ്ങൾ നമുക്ക് ലളിതമായി ബോധ്യപ്പെടുവാൻ ഇടയാകേണ്ടതിന് ഭൗമികമായ സാദൃശ്യങ്ങൾ ഉപയോഗിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ആത്മീയ സത്യങ്ങൾ ആഴമായ സ്വർഗീയ സത്യങ്ങളാണ്. അതാണ് നിക്കോദീമോസിനോട് എൻ്റെ കർത്താവ് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഈ ഭൂമിയിലുള്ളത് നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് പിടി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ സ്വർഗത്തിലേത് അതുപോലെ പറഞ്ഞാൽ വല്ല പിടിയും കിട്ടുമോ എന്ന് നിക്കോദീമോസിനോട് കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, സ്തോത്രം. അപ്പോൾ സ്വർഗീയമായ ആഴമായ കാര്യങ്ങൾ ലൗകികന്മാരും ജഡത്തിൽ വസിക്കുന്നവരും പരിമിതിയുള്ളവരുമായ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തി തരേണ്ടതിന് നമുക്ക് പരിചയമുള്ള ഭൗമിക സാദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു രീതിയാണ്.
അങ്ങനെ അതുകൊണ്ടാണ് വീണ്ടും ജനനം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെയാണ് മണവാളൻ മണവാട്ടി എന്ന സാദൃശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും ഊഷ്മളവും ഹൃദ്യവുമായ ബന്ധമാണ് മണവാളനും മണവാട്ടിയും തമ്മിലുള്ളത്. നമുക്കറിയാമല്ലോ, ഏലയാസർ റെബെക്കായുടെ വീട്ടിൽ ചെന്നു. ഇസഹാക്കിനെ കുറിച്ച് അവിടെ പറഞ്ഞു. ഇസഹാക്കിനെ കുറിച്ച് പറഞ്ഞ റെബെക്കായെ ഇസഹാക്കിനെ മണവാട്ടിയായി ലഭിച്ചാൽ കൊള്ളാമെന്നുള്ള താല്പര്യോടെ അറിയിച്ചു. അവര് പറഞ്ഞു, ഇത് യഹോവയാൽ സംഭവിക്കുന്നു. ലാബാനും വേണ്ടപ്പെട്ടവരെല്ലാം പറഞ്ഞു, സ്തോത്രം, ബഥൂവേലും ഒക്കെ പറഞ്ഞു, ഇത് യഹോവയാൽ സംഭവിക്കുന്നു. എന്നാട്ടെ, സ്തോത്രം, ഞങ്ങൾക്ക് മോളെ വിടുന്നത് സന്തോഷമാണ് എന്നവര് അംഗീകരിച്ചു. ബാലി ഒരു 10 ദിവസം ഒന്ന് നിൽക്കട്ടെ, കുടുംബജീവിതത്തെ കുറിച്ച് അമ്മ ഒരു ചെറിയ പരിശീലനമൊക്കെ കൊടുത്തു വിടാം. ഇന്നത്തെ പോലെ അല്ലല്ലോ, അന്ന് പോയാൽ പിന്നെ പോയി. റെബെക്ക ഒരിക്കൽ പോലും പിന്നെ പദ്ദൻഅരാമിലേക്ക് തിരികെ പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞിനെ ഒന്ന് കൺകുളിർക്കെ കണ്ട് ഞങ്ങൾ അവളിൽ ഒരു 10 ദിവസം ഒന്ന് സന്തോഷിച്ചിട്ട് അതൊരു പരിശീലനമൊക്കെ കൊടുത്തിട്ട് വിടാം എന്ന് പറഞ്ഞപ്പോ, സ്തോത്രം, അയ്യോ എന്നെ താമസിപ്പിക്കരുതേ എന്ന് എലയാസർ പറഞ്ഞപ്പോൾ ഉടനെ ഉടനെ അവര് പറയാ, ഞങ്ങൾ ബാലയോട് ചോദിക്കട്ടെ. ബാലയോട് ചോദിച്ചാൽ അവള് ഇപ്പൊ തന്നെ പോയേക്കാൻ. കാര്യം എന്താ? ഈ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഇസഹാക്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസഹാക്ക് അവളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് സുവിശേഷീകരണത്തിൽ സംഭവിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷ സന്ദേശം വ്യക്തമായി വിശദീകരിച്ചു കഴിയുമ്പോൾ കേൾവിക്കാർ ബാക്കി എല്ലാ ബന്ധങ്ങളും, കല്ലിയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവിചായിക്ക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് അതിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവന്റെ നാഥനല്ലോ. അപ്പം ബാക്കി എല്ലാറ്റെയും വിട്ട്, സ്തോത്രം, പറ്റിച്ചേരുന്ന ഒരനുഭവം, ആ ഹൃദ്യമായ അനുഭവം, ഇതാണ് മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, യഹൂദന്മാരുടെ വിവാഹത്തിന്റെ പശ്ചാത്തലം ഈ സാദൃശ്യം ഉപയോഗിച്ചതിന്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് വേദപുസ്തകവും അവരുടെ ആചാരങ്ങളും അവരുടെ നടപടിക്രമങ്ങളും വിവാഹത്തിന്റെ ചടങ്ങുകളും ഒക്കെ വിശദീകരിച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്. സാധാരണ യഹൂദന്മാരുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നത് മണവാട്ടിയുടെ വീട്ടിലായിരുന്നു. നമ്മുടെ ഇടയിലെ വിവാഹ നിശ്ചയത്തിൽ നിന്ന് ആ വിവാഹ നിശ്ചയത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മുടെ ഇടയിലെ വിവാഹ നിശ്ചയത്തിൽ പ്രധാനമായും തീരുമാനിക്കുന്നത് കല്യാണം നടക്കുന്ന തീയതിയും സമയവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ചില കരകളിൽ വിവാഹ നിശ്ചയത്തിന് തീയതി നിശ്ചയിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ യഹൂദന്മാരുടെ വിവാഹ നിശ്ചയത്തിന് അത് മാത്രം തീരുമാനിക്കുകയില്ല, ബാക്കിയെല്ലാം തീരുമാനിക്കും. എന്നാണ് കല്യാണം, എപ്പോഴാണ് കല്യാണം എന്ന് തീരുമാനിക്കുകയില്ല, ബാക്കിയെല്ലാം തീരുമാനിച്ച ശേഷം ചടങ്ങിന്റെ ഒടുവിൽ മണവാളൻ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് നടന്നു വന്ന് സദസ്സിന് അഭിമുഖമായി നിൽക്കും. മുമ്പോട്ട് വന്ന് മണവാളന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ മണവാളൻ താൻ പുതച്ചിരിക്കുന്ന ഒരു ഷോളുണ്ട്. ആ ഷോൾ ഇങ്ങനെ വിടർത്തി പിടിക്കുമ്പോൾ മണവാട്ടിയെ ആ ഷോളിനുള്ളിലേക്ക് ബന്ധു ചേർത്ത് നിർത്തുമ്പോൾ മണവാളൻ ആ ഷോൾ കൊണ്ട് അവളെ ചുറ്റി പൊതിഞ്ഞ ശേഷം ആ ബന്ധു അങ്ങ് മടങ്ങിപ്പോകും, തിരികെ പോയിരിക്കും. എന്നിട്ട് അവൻ അവളോട് വളരെ ഹൃദ്യമായി അല്പസമയം സ്നേഹത്തോടെ സംസാരിച്ച ശേഷം ഒടുവിൽ പറയുന്ന വാക്കുകൾ ഉച്ചത്തിലായിരിക്കും. അതിനു മുമ്പ് ഒരു പ്രത്യേകം പളുങ്ക് പാത്രത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അല്പം വീഞ്ഞുണ്ട്, അതവളെ എടുത്ത് അവളെ കുടിപ്പിച്ച ശേഷം ആ പാത്രം തറലെ എറിഞ്ഞ് ഉടച്ചു കളയും, സിംബോളിക്കാണ്. അതിനുശേഷം ആ ഷോളിനുള്ളിലോട്ട് ചേർത്ത് നിർത്തിയ തന്നെ മണവാട്ടിയോട് വളരെ ഹൃദ്യമായി സംസാരിച്ച ശേഷം ഒടുവിൽ ഉച്ചത്തിൽ തന്നെ എല്ലാവരും കേൾക്ക പറയും, നിന്റെ മനസ്സ് വിഷമിക്കരുത്, നിന്റെ ഹൃദയത്തിൽ ചാഞ്ചല്യം ഉണ്ടാകരുത്. ഈ കല്യാണത്തിന് വാക്ക് തന്നിരിക്കുന്ന എൻ്റെ പിതാവിനെ നിനക്ക് വിശ്വസിക്കാം, നിനക്ക് എന്നെ വിശ്വസിക്കാം. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ സ്ഥല സൗകര്യങ്ങളുണ്ട്, ഇല്ല എങ്കിൽ നീ ഇതിനോടകം അറിയുമായിരുന്നു. എന്നാൽ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാകയാൽ ഞാൻ നിനക്ക് വേണ്ടി പാർപ്പിടം ഒരുക്കാൻ പോകുകയാണ്. ഞാൻ പോയി അങ്ങനെ നമ്മുടെ മണിയറ ഒരുക്കി തീർന്നാൽ
എത്രയും വേഗം ഞാൻ വന്ന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നീയും എന്നോടുകൂടെ തന്നെ ഇരിക്കേണ്ടതിന് നിന്നെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളാം. നിന്റെ മനസ്സിൽ ചാഞ്ചല്യം ഉണ്ടാകരുത്, നിനക്ക് എന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞേച്ച് പിന്നെ മണവാളൻ ഇരിക്കുകയല്ല. മണവാളൻ നടന്നങ്ങ് പോവുകയാണ്. മണവാട്ടി മണവാളന്റെ പുറകെ നടക്കും. തൊട്ടു പുറകെ നടന്ന് മണവാട്ടിയുടെ പിതാവിന്റെ വീടിന്റെ പുറം വാതിൽ പടി കടന്ന് അങ്ങ് നടന്നു പോവുകയാ. അല്ലെങ്കിൽ വാഹനമൃഗത്തിന് പുറത്ത് കയറി ഇങ്ങനെ പോകും. മണവാട്ടി അപ്പന്റെ വീടിന്റെ പുറം വാതിൽ പടിയുടെ ഉള്ളിൽ വന്നു നിൽക്കും. വാതിൽപ്പടി കടക്കുകയില്ല. വന്നു നിന്നിട്ട് ദൂരേക്ക് തനിക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്ന മണവാളനെ ഉദ്വേഗത്തോടെ കഴുത്തു നീട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. മണവാളൻ തന്റെ കാഴ്ചയ്ക്ക് മറഞ്ഞ ശേഷവും കണ്ണു പറിക്കാൻ മനസ്സില്ലാതെ ആ പോയിന്റിലേക്ക് ഇങ്ങനെ ഉദ്വേഗത്തോടെ അവൾ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ കൂട്ടുകാരികളായ 10 കന്യകമാർ ഓടി ഇങ്ങ് വന്ന് അവളുടെ ചുറ്റും നിന്ന് താളം പിടിച്ച് പാട്ടുകൾ പാടി നൃത്തം ചവിട്ടാൻ തുടങ്ങാം. പെട്ടെന്ന് അവൾ സ്വപ്നത്തിൽ നിന്ന് പോലെ മടങ്ങി വന്ന് പിന്നെ ഈ 10 കന്യകമാരുടെ അകമ്പടിയോടുകൂടെയാണ് ഇവൾ മണവാളൻ വന്ന് അവളെ കൂട്ടിച്ചേർക്കുന്ന വിവാഹ ദിവസം വരെ ഇരിക്കുന്നത്. സ്തോത്രം. ഇവിടെ ഇതാണ് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതാ പറയും, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണുമല്ലോ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടത്, പിന്നെയും നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ഇതൊരു മണവാളൻ മണവാട്ടിയെ തന്റെ കൈക്കുള്ളിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്ന വാക്കുകളാണ്. സ്തോത്രം. അതിന്റെ ധ്വനിയാണ് കർത്താവ് പറഞ്ഞ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, അല്ലാതെ ചില ആൾ പറയും പിതാവിന്റെ ഭവനത്തിൽ ഇഷ്ടംപോലെ വാസസ്ഥലങ്ങളുണ്ട്, പിന്നെ നിങ്ങളെ പോലെയുള്ള ആളുകൾ ചെന്ന് ഏറ്റവും അകത്തെ ഉൾമുറിയിൽ കർത്താവിന്റെ തിരുമുമ്പിൽ അങ്ങ് ഇരുന്നു. ഞങ്ങളൊക്കെ കുറച്ചുകൂടെ ഇച്ചിരി നിങ്ങൾ പറയുന്ന വിശുദ്ധിയും വേർപാടും ഒന്നും ഞങ്ങൾക്കില്ല, എന്നെങ്കിൽ ഞങ്ങൾ പുറത്തൊക്കെ വന്നിരുന്നോളാം, പിന്നെ കുറെ കൂടെ പറയൊക്കെ വന്നിരുന്നോളാം. അനേകം വാസസ്ഥലങ്ങളും ഉള്ളതിൽ ഏറ്റവും ചെറിയ ഒന്നിനകത്തെങ്ങാനും ചെന്ന് ചുരുണ്ടുകൂടി അവിടെ അങ്ങ് ഇരുന്നാ മതി എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, അനേകം വാസസ്ഥലങ്ങൾ ഉണ്ടെങ്കിലും മണവാട്ടിക്കുള്ളത് വേറെ വിശേഷമായി ഒരുക്കിയ ഒരു മണിയറയാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അല്ലാതെ ഒത്തിരി വാസസ്ഥലങ്ങളുണ്ടെന്നും ഓരോരുത്തരുടെ ആത്മീക നിലവാരം അനുസരിച്ച് ഓരോരുത്തർക്കും അവരവരുടെ ആത്മീയ നിലവാരത്തിന് യോജിച്ച സൗകര്യങ്ങൾ ഒരുക്കിയ വീട് പാർപ്പിടങ്ങളിലേക്ക് ഓരോ കൂട്ടത്തെ അങ്ങ് സ്വീകരിക്കുമെന്നും ഒന്നും തെറ്റായി നിങ്ങൾ ധരിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ മണവാളൻ മണവാട്ടി എന്നുള്ള സാദൃശ്യം വളരെ ആഴമുള്ള ഒത്തിരി കാര്യം ഇന്ന് അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ തീരുകയില്ല. അതുപോലെ ആഴമായ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഓർപ്പിച്ചതുപോലെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ സ്വർഗത്തിൽ ചെന്ന് നമ്മളെന്നെ അഭയാർത്ഥി ക്യാമ്പിൽ ചെന്ന് കയറി കിടക്കുന്ന ആളുകളെ പോലെ നിൽക്കുകയല്ല, ഒരു പരുവത്തിന് കാഷ്ടിച്ച് നരകവിധിയിൽ നിന്ന് ഉരുണ്ട് പെരണ്ട് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ ചെന്നാഹു അയ്യോ രക്ഷിച്ചല്ലോ. കടലിൽ കുടിച്ചു ചാകാൻ തുടങ്ങിയ മുങ്ങിത്താഴാൻ തുടങ്ങിയെടുത്തു വന്ന് ഒരു പരുവത്തിന് നീന്തി ആരോ സഹായിച്ച് രക്ഷപ്പെട്ട് കരയ്ക്ക് വന്ന അയ്യോ ശ്വാസം നേരെ ഇരിക്കുന്ന പോലെ അങ്ങനെ ഒരു കൂട്ടം നരകത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട സ്വർഗത്തിൽ ചെന്ന് അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന പോലെ കിടക്കാൻ പോണവരല്ല ദൈവസഭ. സ്തോത്രം. സ്വർഗം ഒരഭയാർത്ഥി ക്യാമ്പല്ല, സ്വർഗം മണവാട്ടിയുടെ മണിയറയാണ്, മണവാട്ടിയുടെ മണിയറയാ. അതുകൊണ്ടാണ് എൻ്റെ പ്രാണപ്രിയ, എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്പെടുന്നവൻ സ്വർഗത്തിൽ പോകുകയല്ല കർത്താവ് പറഞ്ഞത്. എനിക്ക് യോഗ്യനല്ല. സ്തോത്രം. കർത്താവിന്റെ മണവാട്ടി എന്ന പദവിക്ക് യോഗ്യത പ്രാപിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മണവാളൻ മണവാട്ടി എന്ന ആ സാദൃശ്യത്തിൽ എത്ര കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്.
ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ പുസ്തകത്തിൽ ഒത്തിരി സാദൃശ്യങ്ങൾ നമുക്ക് പരിശുദ്ധാത്മ തന്നിട്ടുണ്ട്. എസ്തർ അഹശ്വേരോശ് രാജാവിന്റെ മണവാട്ടിയായി രാജ്ഞിയാകുവാൻ ഒരുങ്ങുകയാണ്. 6 മാസം മൂർതൈലവും 6 മാസം സുഗന്ധവർഗവും കൊണ്ടുള്ള ശുദ്ധീകരണം ഈ സ്ത്രീകൾക്ക് ഉണ്ട്. ആ സ്ത്രീകൾ ആ ശുദ്ധീകരണത്തിന് വിധേയപ്പെടണം. ഞാൻ വായിച്ചിട്ടുള്ളത് മൂർതൈലം കൊണ്ടുള്ള ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടത നിറഞ്ഞ ആകെക്കൂടി ഒരു വല്ലാത്ത അനുഭവമാണ്. മൂറെന്ന് പറഞ്ഞാൽ മീറ, കയ്പുള്ളതാണ്. ഈ കയ്പുള്ള മരുന്നുകളൊക്കെ അവൾ അനുഭവിക്കേണ്ടി വരും. അത് ശരീരത്തിലെ ദുഷ്ടെല്ലാം ഇംപ്യൂരിറ്റീസ് എല്ലാം പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണെന്നാ. അത് കഴിഞ്ഞ് അടുത്ത 6 മാസം സുഗന്ധതൈലം കൊണ്ടുള്ള ഒരു ഒരുക്കമുണ്ട്. സുഗന്ധതൈലം കൊണ്ടുള്ള ഒരുക്കം കഴിഞ്ഞാൽ പിന്നെ ഈ പെൺകുട്ടി, ഈ സ്ത്രീക്ക് ശരിക്കും വേറെ സുഗന്ധവർഗം ഒന്നും ഉപയോഗിക്കണ്ട. അവൾ വേർത്താൽ സുഗന്ധമാണ് പരക്കുന്നത്. അത്ര അവളുടെ ശരീരം മുഴുവൻ ആ സുഗന്ധ വർഗം കൊണ്ട് പൂരിതമാകുന്ന ഒരു വിശേഷപ്പെട്ട പ്രക്രിയയാണത്. അത് പ്രാചീന ലോകത്തിലെ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് ആയിരുന്നു. അതിനെക്കുറിച്ച് ചരിത്ര പുസ്തകങ്ങളിലൊക്കെ പരാമർശമുണ്ട് പ്രിയമുള്ളവരെ. അപ്പൊ നോക്കണേ, ആദ്യം ഇംപ്യൂരിറ്റീസ് എല്ലാം മാറും, ദുഷ്ടെല്ലാം മാറും. പിന്നെ അഡീഷണൽ മീൻസ് സുഗന്ധവർഗത്തിന്റെ ആ സുഗന്ധം ഉൾക്കൊള്ളുന്ന ഉയർച്ച പ്രാപിക്കുന്ന അനുഭവം ഉണ്ടാകും. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം, അവന്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കണം. എന്നിട്ടോ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. സ്തോത്രം. ഇത് കഴിഞ്ഞ് സ്തോത്രം അന്തഃപുരത്തിൽ നിന്ന് രാജാവിന്റെ അരമനയോളം ഈ ഓരോ പെൺകുട്ടിയും പോകാൻ ഓരോ ഊഴമുണ്ട്. ആ ഊഴം വരുമ്പോൾ അവളെ എന്നാ ചോദിച്ചാലും കൊടുക്കും. എന്നാ ചോദിച്ചാൽ ഈ മണവാട്ടിക്ക് കൊടുക്കും. എനിക്ക് തോന്നുന്നത് ചില സ്ത്രീകളൊക്കെ ഭയങ്കര ആർഭാടമായി, ഭയങ്കര ലാവിഷായി, ഭയങ്കര ആർഭാടമായി ആനയും അമ്പാരിയും എല്ലാം ആവശ്യപ്പെടുക. എന്ത് ചോദിച്ചാലും കൊടുക്കും. കാര്യം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണ്. പിന്നെ മീൻസ് വെപ്പാട്ടികൾക്കുള്ള അന്തപുരത്തിലേക്കാണ് പിന്നെ ഇവള് പോകുന്നത്. ഇവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസം. രാജാവ് അവളിൽ പ്രീതി തോന്നി തിരിച്ചു വിളിച്ചെങ്കിൽ മാത്രമേ പിന്നെ അവൾക്ക് രാജസഭയിൽ പ്രവേശമുള്ളൂ. ഓലി ആഘോഷമായിട്ട് അവളെ കൊണ്ട് പോകും. എന്നാൽ പ്രിയമുള്ള നമ്മൾ അവിടെ വായിക്കുന്നത് എസ്തർ ഭയങ്കര മിടിക്കുക. ഹദസ എന്നാ അവിടെ ആദ്യത്തെ പേര്. ഹദസ രാജാവിന്റെ ഭണ്ഡാര വിചാരകനായ ഹേഗായിയോട് പറ്റിക്കൂടി. ചോദിച്ചു, ഞാൻ എന്നാ കൊണ്ടുപോകേണ്ടത്? എന്നിട്ട് ഹേഗായി പറഞ്ഞത് മാത്രം എസ്തർ തൻ്റെ കൂടെ പോകുവാൻ തെരഞ്ഞെടുത്തു. ഹേഗായി എന്ത് പറഞ്ഞു? ഹേഗായിയുടെ രാജാവിന്റെ ഭണ്ഡാര വിചാരകനായ അന്തപുര പാലകനായ ഹേഗായി പറഞ്ഞതനുസരിച്ച് എസ്തർ ഒരുങ്ങി. സ്തോത്രം. ആ നിലയിൽ രാജാവിന്റെ അടുത്തേക്ക് അവൾ ചെല്ലുകയാ. രാജാവിന്റെ അന്തപുര പാലകന് രാജാവിന്റെ മനോനില അറിയാം. രാജാവിന്റെ മനസ്സിൽ ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഉൾബോധം, ആ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തെക്കുറിച്ച് ഹേഗായിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഒരു സ്ത്രീരത്നം എങ്ങനെ ആയിരിക്കണമെന്ന് രാജാവിന്റെ മനസ്സിൽ താല്പര്യമുണ്ടോ ആ നിലയിൽ ഹേഗായിയുടെ നിർദ്ദേശപ്രകാരം എസ്തർ ഒരുങ്ങി. അങ്ങനെ എസ്തർ അങ്ങോട്ട് ചെല്ലുമ്പോൾ അഹശ്വേരോശ് അവളെ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീത്വത്തെക്കുറിച്ച് അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന സങ്കല്പത്തിന്റെ മൂർത്തിഭാവം മുമ്പിൽ വന്ന് നിൽക്കുന്നു. രാജാവൻ അപ്പോഴേ അവളിൽ പ്രീതിയായി, പ്രസാദമായി. രാജ്ഞിയുടെ കിരീടം അവളുടെ തലയിൽ വെച്ച് കൊടുക്കുക. പ്രിയമുള്ളവരെ, ഇതുപോലെ വേണം നമ്മൾ ഒരുങ്ങേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. മണവാട്ടിയായി ഒരുങ്ങുന്നത് അതാണ് പ്രിയപ്പെട്ട. ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നത് പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. നമ്മൾ ഒരുങ്ങുവാൻ ദൈവം നിയമിച്ചിരിക്കുന്ന ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ വെളിപ്പാട് തിരുവെഴുത്തിലുണ്ട്.
ഈ തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്ന പരിശുദ്ധാത്മാവ് ദൈവഹിതം സംബന്ധിച്ചു വ്യക്തമായ രേഖ തന്നിട്ടുണ്ട്. ഇതിനനുസരിച്ച് നമ്മളെ ഒരുങ്ങുന്നതാണ് സ്തോത്രം. അതിന് നിഴലായിട്ടാണ് എസ്തേർ ഹേഗായി പറഞ്ഞതുപോലെ ഒരുങ്ങിയത്. അങ്ങനെ ഒരുങ്ങുന്നെങ്കിൽ സ്തോത്രം, അവിടുന്ന് തന്റെ തിരുഹൃദയം തുറന്നിട്ടിരിക്കുന്ന തിരുവെഴുത്തിലെ സ്തോത്രം ആ ഉപദേശപ്രകാരം നമ്മളെ തന്നെ ഒരുക്കിയാൽ എത്ര സന്തോഷമാ, കർത്താവിന് നമ്മളിൽ പ്രസാദമാകും. അതാ ഞാൻ ഈ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് മടങ്ങി വരും, വരവിനായുള്ള സഭയുടെ ഒരുക്കം സ്തോത്രം. മണവാളൻ മണവാട്ടി, ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരവും അവിടെ അങ്ങ് അവസാനിപ്പിക്കാം, നേരം കടന്നു പോകുന്നത് കൊണ്ട്. സ്തോത്രം. പിന്നെയും ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ സ്വർഗത്തിൽ ചെന്നാൽ ഈ പഴയ ബന്ധങ്ങൾക്ക് പിന്നെ അവിടെ പ്രസക്തി ഉണ്ടോ? ഇപ്പൊ സ്വർഗത്തിൽ ചെന്നാൽ ഭാര്യ ഭർത്താവ്, അപ്പൻ മക്കൾ, സഹോദരങ്ങൾ സഹോദരിമാർ, ഇങ്ങനെയൊക്കെയുള്ള ആ ബന്ധം സ്വർഗത്തിൽ അത് പ്രസക്തമാകുമോ? പ്രിയപ്പെട്ടവരെ, ജഡരക്തങ്ങളുടെ ബന്ധങ്ങളൊന്നും സ്വർഗത്തിൽ പ്രസക്തമല്ല. എന്നാൽ സ്വർഗത്തിൽ കർത്താവിന്റെ തിരുസന്നിധിയിൽ ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ പഴയ ജീവിതം മുഴുവൻ മറക്കുകയില്ല. അതുകൊണ്ടാണല്ലോ അവിടെ വെച്ച് പറയും, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലുള്ളവരെ നീ നിനക്കായി വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. ആരായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാകും. അങ്ങനെ ആ ഓർമ്മയുണ്ടായിരിക്കുന്ന കൂട്ടത്തിൽ ഇന്നാര് എൻ്റെ ഭാര്യയായിരുന്നു, ഇന്നാരെൻ്റെ ഭർത്താവായിരുന്നു, ഇന്നാരെൻ്റെ മകനായിരുന്നെന്നും ഇന്നാരെൻ്റെ മകളായിരുന്നെന്നും ആ പഴയ ജീവിത പശ്ചാത്തലത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ഓർമ്മ, ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും നിത്യതയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. പക്ഷേ ബന്ധങ്ങളൊന്നും പ്രസക്തമല്ല. സ്തോത്രം. ഭാര്യ ഭർത്തൃബന്ധമോ അത് ഭാര്യയായിരുന്നു എന്നുള്ള ആ പ്രത്യേക താല്പര്യമോ പ്രതിഫലം ഒന്നും ഉണ്ടായിരിക്കുകയില്ല. കർത്താവാണ് അവിടെ വലുത്. അതിൽ കൂടിയ യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയില്ല. സ്തോത്രം. അടുത്തത് പ്രിയപ്പെട്ടത്, പിന്നെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 7-ാം വാക്യം, 7-ാം അധ്യായത്തിൽ 9-ാം വാക്യം, ഈ ഭാഗത്തെ സംബന്ധിച്ച് ചില ചോദ്യം ചോദിച്ചു. അത് വളരെ ദീർഘമായ സമയമെടുത്ത് വിശദീകരിക്കേണ്ടതാണ്. ഈ 13-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യത്തെ സംബന്ധിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, എതിർ ക്രിസ്തു വെളിപ്പെട്ട് കഴിയുമ്പോൾ എതിർ ക്രിസ്തുവിന് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കാൻ അവകാശം കിട്ടുമെന്ന്. അപ്പം സഭ അന്ന് ഭൂമിയിൽ ഇല്ലെങ്കിൽ പിന്നെ ഏത് വിശുദ്ധന്മാരോടാണ് യുദ്ധം ചെയ്ത് ജയിക്കുന്നത്? വെളിപ്പാട് 13-ാം അധ്യായം 7-ാം വാക്യമാണ്. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. ഇതാ ഈ ഭാഗം, ഈ വാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സഭ അന്ന് ഭൂമിയിലില്ലേ? സഭ അന്ന് ഭൂമിയിലുണ്ടെങ്കിൽ പിന്നെ പീഡനകാലത്തിൽ കൂടി സഭ കടന്നു പോവുകയില്ലേ? അതാണ് പ്രസക്തമായ ചോദ്യം. ഈ ചോദിച്ച ചോദ്യത്തിൽ സഭ പീഡനകാലത്തിൽ കൂടി കടന്നു പോകും എന്ന് പഠിപ്പിക്കുന്നവര് മറ്റുള്ളവരുടെ മുമ്പിൽ തുറുപ്പ് ചീട്ട് പോലെ എറിയുന്ന വാക്യങ്ങളാണ് ഈ വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്ന ഈ വിശുദ്ധന്മാരും അവർക്ക് 42 മാസമാണ് അവന് പ്രവർത്തിക്കാൻ അധികാരം. പ്രിയപ്പെട്ട, ഇത് പീഡനകാലത്തിന്റെ 2-ാം പകുതിയിൽ ഇവിടെ വിശുദ്ധന്മാരെന്ന് പറയുന്നത് ഇസ്രായേലിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ദൈവസഭയെ മാത്രമല്ല. ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾ എനിക്കൊരു വിശുദ്ധ ജനമാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ദൈവസഭയെ സൂചിപ്പിച്ചുകൊണ്ടല്ല, ഇവിടെ ഇസ്രായേലിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ഇസ്രായേലിനെ ജയിക്കാനാണ് അധികാരം, അല്ല സഭയെ ജയിക്കാൻ അവൻ അധികാരം കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ സഭയെ ജയിക്കുമല്ലോ പിശാചൻ. എതിർക്കും സഭയെ ജയിക്കുമെന്ന് വരികയല്ലേ? എന്താ ഈ പറയണത്? പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അപ്പൊ വിശുദ്ധന്മാരെന്ന് പറയുന്നത് ഇവിടെ ഇസ്രായേലിലെ ഇസ്രായേലിന്റെ പീഡനകാലത്തിന്റെ 2-ാം പകുതിയിൽ ഇസ്രായേലിൽ ജീവിച്ചിരിക്കുന്നവരും 2 സാക്ഷികളുടെ സാക്ഷ്യം നിമിത്തം യേശുക്രിസ്തു മശിഹ ആണെന്നും ഇത് പിശാചിന്റെ ഏജന്റ് ആണെന്നും തിരിച്ചറിഞ്ഞ് സ്തോത്രം കർത്താവിനായി തങ്ങളെ തന്നെ സമർപ്പിച്ചവരെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. തൊട്ടുമേളിൽ അതൊക്കെ വ്യക്തമാകുന്നുണ്ട്. അതിന്റെ 6-ാമത്തെ വാക്യം കണ്ടില്ലേ? അതിന്റെ 5ഉം 6ഉം വാക്യം വായിച്ച് 5ഉം 6ഉം കൂടെ ഒന്ന് വായിക്കാമോ? ഞാൻ തന്നെ പറഞ്ഞോണ്ടിരിക്കണ്ടല്ലോ. വായിച്ചാട്ടെ. ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു.
42 മാസം പ്രവർത്തിക്കുവാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിക്കുവാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു. ശുദ്ധന്മാർ യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. കേട്ടോ, സ്തോത്രം. അപ്പൊ ഇവിടെ കണ്ടില്ലേ, അതായത് പീഡനകാലത്തിന് ആദ്യത്തെ പകുതിയിൽ ഇസ്രായേലുമായി ഉടമ്പടി ചെയ്യും. ഇസ്രായേലുമായി ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയുടെ ഫലമായി യെരൂശലേമിൽ ദൈവാലയം പണിയും. ആ 3.5 കൊല്ലം കഴിയുമ്പോൾ 42 മാസം കഴിയുമ്പോൾ അടുത്ത 42 മാസം ഇവൻ ഭയങ്കര അധികാരിയായിട്ട് രംഗത്ത് വരിക. അധികാരിയായിട്ട് രംഗത്ത് അവന് വരുമ്പോൾ അവൻ ആദ്യം ചെയ്ത കണ്ടോ, ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കും, അവന്റെ കൂടാരത്തെ സ്വർഗ്ഗം ദുഷിക്കും. അവൻ പറയും തന്റെ വിഗ്രഹം കൊണ്ട് വെച്ചോളാൻ പറയും. അപ്പോൾ അവിടെ തന്നെ വ്യക്തമാകുന്നു ഇത് ക്രിസ്തു പീഡനകാലത്തിന്റെ നടുക്ക് അവന് ഈ പ്രത്യേക അധികാരത്തെ കൊടുക്കുക. തന്നെയല്ല, വിശുദ്ധന്മാരെ ജയിക്കുക, അവൻ അത് സഭയെ ജയിക്കുവാന്നു എന്ന് ഈ പറയുന്ന സഹോദരങ്ങളെ, സ്തോത്രം, വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അതുപോലെ 7-ാമത്തെ അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തിൽ പറയുന്ന അതും ദൈവസഭയല്ലയോ, അത് 4-ാം അധ്യായത്തിൽ സഭ ചേർക്കപ്പെട്ടു എന്നും മറ്റും പറയാൻ കഴിയുമോ എന്നാണ് അടുത്തൊരു ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, ഇത് പീഡനകാലത്തിൽ കൂടി സഭ കടന്നു പോകുമെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ തുറുപ്പുചീട്ട് പോലെ പറയുന്ന വാക്യങ്ങളിലൊന്നാണിത്. പ്രിയപ്പെട്ടവരെ, 7-ാം അധ്യായത്തിൽ കാണുന്ന 9-ാമത്തെ വാക്യം വലിയൊരു എണ്ണിക്കൂടാത്ത പുരുഷാരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ച് ഈ വെളിപ്പാട് പുസ്തകം യുഗങ്ങളിലൂടി സർവശക്തനായ ദൈവം നിവർത്തിച്ച അവിടുത്തെ അനാദി നിർണയത്തിലെ പ്രധാന നാഴിക കല്ലുകൾ നാടകീയമായി അവതരിപ്പിച്ചിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അത് യുഗപരമായ ദൈവിക സഹോദരങ്ങളെ, ഇവിടെ സംഭവിക്കുന്നതൊന്നും യാദൃശ്ചികമല്ല. ഇതെല്ലാം ദൈവത്തിന്റെ അനാദി നിർണയത്തിന്റെ നിവൃത്തിയാണ്. അനാദി എന്ന് പറഞ്ഞാൽ ആദിക്ക് മുമ്പ് അനാദിയിൽ ദൈവം എടുത്ത ആ നിർണയത്തിന്റെ നിവൃത്തിയായിട്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന സകല കാര്യങ്ങളും അനാദി നിർണയത്തിന് നിവൃത്തിയാണ്. ആ അനാദി നിർണയത്തിന് നിവൃത്തിയായി കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം മക്കളെ, അപ്പോൾ യുഗപരമായി ദൈവം ഈ തന്റെ നിർണയം നിവർത്തിക്കുന്നതിലെ പ്രധാന നാഴികക്കല്ലുകളുണ്ട്. ആ പ്രധാന നാഴികക്കല്ലുകൾ നാടകീയമായി ദൃശ്യാവിഷ്കാരമായി അവതരിപ്പിച്ചിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതിനകത്ത് ക്രോണോളോജിക്കൽ ഓർഡർ ഇല്ല, കാലക്രമത്തിലല്ല ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. 12-ാം അധ്യായത്തിൽ കാണുന്നത് പിന്നെ ആ ഭാഗമൊക്കെ മേലാൽ സംഭവിക്കാനുള്ളതല്ല. പിന്നെ പിശാച്, പഴയ പാമ്പ് തന്റെ വാലുകൊണ്ട് നക്ഷത്രങ്ങളിൽ 3-1 വലിച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു എന്നൊക്കെ പറയുന്ന ആ ഭാഗങ്ങൾ, അതൊക്കെ മനുഷ്യ സൃഷ്ടിപ്പിന് മുമ്പ് സംഭവിച്ച കാര്യമാണ്. മനുഷ്യ സൃഷ്ടിപ്പിന് മുമ്പ് ലൂസിഫർ ദൂത സമൂഹങ്ങളിൽ 3-1 വീഴ്ച കളഞ്ഞു എന്ന് കാണിക്കുന്നതാണ്. 12-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. നേരം പോയതുകൊണ്ട് എല്ലാം വായിപ്പിക്കാനൊന്നും സമയം എടുക്കുന്നില്ല. അപ്പോൾ ക്രോണോളോജിക്കൽ ഓർഡറിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ദൈവസഭയോടുള്ള സാദൃശ്യത്തിൽ യോജിക്കുന്ന കാര്യമല്ല. വായിച്ചോ, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വെളിപ്പാട് 19:8 വായിക്കുമ്പോൾ ഇവിടെ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുഞ്ഞാട് രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചു എന്നൊക്കെ പറയുന്നതും അവിടെ പറയുന്നത് നമ്മൾ വായിച്ചാട്ടെ. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. കേട്ടോ സ്തോത്രം. അവിടെ പറയുന്നത് കുഞ്ഞാട് രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചു എന്നല്ല അവിടെ പറയുന്നത്. ശുദ്ധവും ശുഭ്രവുമായി വിശേഷ വസ്ത്രം ധരിപ്പാൻ ദൈവസഭയ്ക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ ദൈവസഭ, സ്തോത്രം, തന്റെ കാന്തയും കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും തന്നെത്താൻ
ഒരുക്കിയിരിക്കുന്നു. തന്നെത്താൻ ഒരുക്കിയിരിക്കുമ്പോൾ വിശേഷ വസ്ത്രം ധരിപ്പാൻ, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ വരം ലഭിച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കുഞ്ഞാട് രക്തത്തിൽ അങ്കി അരക്കി വെളുപ്പിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്ന ഒരു കൂട്ടത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നതെന്നാണ് വേദപണ്ഡിതന്മാരിൽ വലിയൊരു കൂട്ടം അഭിപ്രായപ്പെടുന്നത്. സ്തോത്രം. അതിനെക്കുറിച്ച് അപ്പോൾ സഭ പീഡനകാലത്തിൽ കൂടി കടന്നു പോകുമോ എന്നുള്ള ചോദ്യമാണ് എന്നെ ചോദിച്ച ഈ ചോദ്യത്തിന്റെ പുറകിലുള്ളത്. പ്രിയപ്പെട്ടവരെ, പീഡനകാല കഷ്ടതയും ദൈവസഭ കടന്നു പോകുന്ന കഷ്ടതയും രണ്ടും രണ്ടാണ്. ദൈവസഭയ്ക്കുള്ള കഷ്ടത ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് നമ്മൾ കണ്ടു. ദൈവസഭ കടന്നു പോകുന്ന കഷ്ടതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ത്ലിപ്സിസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ത്ലിപ്സിസ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം സമ്മർദ്ദം എന്നാണ്. സമ്മർദ്ദം. ഇത് എന്റെ 2 കൈപ്പത്തികൾ ചേർത്ത് പിടിച്ചിരിക്കുന്നു. എന്റെ വലത്തെ കൈപ്പത്തി എന്റെ ഇടത്തെ കൈപ്പത്തിയെ പുറകോട്ട് വളയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങ് വളഞ്ഞു കൊടുത്താൽ അവിടെ സമ്മർദ്ദമില്ല. എന്നാൽ അത് വളയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത് ചെറുത്തു നിന്നാൽ അവിടെ സമ്മർദ്ദമുണ്ട്. ഇതുപോലെ ഈ പാപമംഗലമായ ലോകം ഒരു ഭക്തന്റെ മേൽ ചെലുത്തുന്ന സമ്മർദ്ദത്തിന് അങ്ങ് വഴങ്ങി കൊടുത്തേച്ചാൽ ഒരു പ്രശ്നമില്ല. ഞാനും നിങ്ങളും ഒന്നാന്നേ, സർവമത സമ്മേളനം എല്ലാം ഒന്നാ. ശരി ആന്നേ, ബൈ ഹം സബ് തോ ടീക്ക് ഏക് ഹി ഹേ, നമ്മളെല്ലാം ഒന്നാണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. എന്നാൽ അങ്ങനല്ല എന്ന് പറഞ്ഞ് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അസൗകര്യമാണ് ക്രിസ്തീയ കഷ്ടത. അത് പ്രതിഫലങ്ങൾക്ക് ഉപാധിയാകുന്നു. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നു. എന്നാൽ പീഡനകാല കഷ്ട നിമിത്തം ദൈവത്തെ പഴിക്കുകയാണ്, ദൈവത്തെ ദുഷിക്കുകയാണ്. അത് മാനസാന്തരത്തിന് ഇടയാക്കുന്നതല്ല. വായിച്ചോ 16-ാമത്തെ വെളിപ്പാട് ദിവസം 16-ാം അധ്യായം 16-ാം അധ്യായത്തിന്റെ 8-9 വേഗം ഒന്ന് വായിച്ചേരെ. ഒരു വാക്യം മാത്രം ഒന്ന് വായിച്ചു. തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. ദൈവത്തെ ദുഷിക്കുക, അതാണ് പീഡനകാല കഷ്ടതയുടെ ഇഫക്റ്റ്. എന്നാൽ ക്രിസ്തീയ കഷ്ടത സന്തോഷിക്കുക. ഇത് രണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പീഡനകാലം എന്ന് പറയുന്ന മീൻസ് ഇസ്രായേലിന്റെ ഒരുക്കത്തിന് വേണ്ടിയുള്ളതാണ്. അതിൽ സഭയ്ക്ക് പങ്കില്ല. സ്തോത്രം. അത് അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗവും വിടുന്നു. സ്തോത്രം. അത്യാവശ്യമായി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്ത പ്രധാന വിഷയത്തിലേക്ക് ശേഷിക്കുന്ന ചുരുങ്ങിയ സമയം ഞാൻ തിരിയുവാൻ ആഗ്രഹിക്കുന്നു. ആരെ കർത്താവിന് ചേർക്കപ്പെടും? കർത്താവിന്റെ വരവിനായുള്ള ഒരുക്കത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവിങ്കിൽ ചേർക്കപ്പെടുന്നത് കർത്താവിനെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നവരാണ്. സ്തോത്രം. ജീവനേക്കാൾ. ഇന്ന് നമ്മൾ ആദ്യത്തെ ദിവസം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. എത്ര വിശുദ്ധ ജീവനും 10:2 വായിച്ചു കേൾപ്പിച്ചു. എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. അത്. അതെ, വിശുദ്ധ ജീവനം വേണം, ഭക്തി വേണം. എങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ ചേർക്കപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 16-ാം അധ്യായം 23-ാമത്തെ വാക്യം. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠം അറിയാവുന്ന വാക്യമാണ്. ഇതൊന്ന് വായിച്ചേ. 1 കൊരിന്തി 16-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 22-ാമത്തെ വാക്യം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. വളരെ നന്ദി. ഇത് 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിലെ അംഗങ്ങളായ ദൈവമക്കൾ അവര് ഗ്രീറ്റിംഗ് ആയി പരസ്പരം പറഞ്ഞ്, ഇന്നിപ്പോൾ നമ്മൾ പ്രൈസ് ലോർഡ് എന്ന് പറയും. അവര് 1-ാം നൂറ്റാണ്ട് ദൈവസഭയിലെ അംഗങ്ങൾ പറഞ്ഞിരുന്ന ഇതാ. ഇന്നിപ്പോ അർത്ഥമില്ലാതെ പ്രൈസ് അങ്ങനെ പറയാം. ഹൃദയത്തിൽ തന്നെ പ്രൈസ് ദ ലോർഡ് ബ്രദർ, ഓ ഐ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ സ്തോത്രം. ആളുകൾ പ്രൈസ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും യെസ് സ്തോത്രം എന്ന് ഞാൻ പറയും. ഉടനെ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം പറയും. അതെന്താ അങ്ങനെ പറഞ്ഞ? പ്രൈസ് ലോർഡ് പറഞ്ഞു. പ്രൈസ് ലോർഡ് എന്നല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്നോട് പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കായിരുന്നു എന്നൊക്കെ പറയും. നമ്മളിപ്പോ വന്ന് ഒരു അർത്ഥമില്ലാത്ത ഒരു ഗ്രീറ്റിംഗ് പോലെ പറഞ്ഞു. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിരുന്ന ഗ്രീറ്റിംഗ് ആയിരുന്നു ഇത്. മീൻസ് മറനഥ അനാത്തമ ഒരു പറഞ്ഞിരുന്നു. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. പ്രിയമുള്ളവർ, ഈ വിശുദ്ധ തിരുവെഴുത്തിൽ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിരിക്കുന്ന നരകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നവരെ കുറിച്ചാണ്.
അല്ലാതെ ഇവിടെ സമ്പത്ത് കുറഞ്ഞവനെ ശപിക്കപ്പെട്ടവരെന്ന് പറയുന്നത്, ശാപം പൊട്ടിക്കുന്നവരൊക്കെ അതും പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നേ പോട്ടെ, അത് വേറെ വിഷയം, അങ്ങോട്ട് പോകണില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ശപിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ നരകത്തിൽ നഷ്ടപ്പെടുന്നവൻ, അതാണ് ബൈബിളിൽ അതിന്റെ അർത്ഥം. ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിന്റെ ദൂരമാർഗോടിക്ക് ശിക്ഷാവിധിക്ക് പോകുകയും, ശപിക്കപ്പെട്ടവർ, അവരാണ് ശപിക്കപ്പെട്ടവർ. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. കർത്താവ് വരുന്നു, ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കണം. മാത്രമല്ല ഈ സ്നേഹത്തിൽ ഒരു എക്സ്ക്ലൂസിവിറ്റി ഉണ്ട്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഇഷ്ടപ്പെടലും സ്നേഹം കൂടി കശകിപ്പോകരുതെന്ന് പറഞ്ഞു. സ്നേഹത്തിൽ ഒരു എക്സ്ക്ലൂസിവിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു തനിമയുണ്ട്. സ്നേഹത്തിൽ ഒരു തനിമ, യുണീക്ക്നെസ്, എക്സ്ക്ലൂസിവിറ്റി ഉണ്ട്. എല്ലാരെയും സ്നേഹിക്കുന്നു, അതെന്നാ സ്നേഹം, എല്ലാരെയും സ്നേഹിക്കണം. പക്ഷെ കർത്താവിനെ സ്നേഹിക്കുന്നത്, സ്തോത്രം, ഒരു സവിശേഷമായ സ്നേഹമാണ്. പണ്ടൊക്കെ പാടുന്നൊരു പാടുണ്ടായിരുന്നു, സ്തോത്രം, ഉലകിലൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയനായ പ്രിയനുമുണ്ട്. ഒരു സഹോദരി വല്ലതും ആയിരിക്കും പാടിയത്. സഹോദരി പറഞ്ഞ ഉലകിലൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിനേക്കാൾ എല്ലാം പ്രിയനായ എന്റെ പ്രിയനുമുണ്ട്, ഭർത്താവുണ്ട്. എങ്കിലോ കാൽവറി സ്നേഹത്തിന് മുമ്പിലായി അലിഞ്ഞുപോകും ഇവയെല്ലാം മഞ്ഞുപോലെ. ഹല്ലേലൂയ, സ്തോത്രം. കാൽവറി സ്നേഹമാണ്. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടുമുള്ളതിനേക്കാൾ ഏറിയ സ്നേഹമാണ് നമുക്ക് കർത്താവിനോട് ഉണ്ടായിരിക്കേണ്ടത്. സ്തോത്രം, അല്ലേ? അതാണ് എക്സ്ക്ലൂസിവിറ്റി. അതാണ് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. എന്നെക്കാളധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നത് എനിക്ക് യോഗ്യനല്ല, എന്നെക്കാളധികം മകനെയോ മകളെയോ എനിക്ക് യോഗ്യനല്ല. അല്പം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, സ്വർഗത്തിൽ പോകുകയെന്നല്ല പറഞ്ഞത്, എനിക്ക് യോഗ്യനല്ല, എനിക്ക് യോഗ്യനല്ല. നാം കർത്താവിന് യോഗ്യതയുള്ള മണവാട്ടിയായി ഒരുക്കപ്പെടുകയാണ് വേണ്ടത്. ആ പൂർണ്ണത, തികവ് ഇവിടെ വെച്ച് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിലും അതിനായുള്ള തീവ്രമായ ഒരു ആഗ്രഹവും ഒരു സമർപ്പണവും ഒരു ഉത്സാഹവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഭക്തന്മാരെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവരാ ദൈവം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് അമേരിക്കൻ വിസയുടെ കാര്യവും ലക്ഷപ്രഭു ആകുന്ന കാര്യം, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഉന്നതമായ പദവി ലഭിക്കുക. എന്റെ പൊന്ന്, അതൊന്നും അല്ല ഭക്തന്റെ ആഗ്രഹം. ഭക്തന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവപ്രസാദമാണ്. ഹല്ലേലൂയ, നിത്യജീവനാണ്. ഹല്ലേലൂയ, എന്റെ പൊന്നു കർത്താവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിന്റെ മാധുര്യമാണ് ഒരു ഭക്തന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. സ്തോത്രം. അതെ പ്രിയപ്പെട്ടവരെ, അതെ ഭക്തൻ. അപ്പോ ഒരു ആഗ്രഹം, തീവ്രമായ ഒരു ആഗ്രഹമെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നെങ്കിൽ കർത്താവ് നമ്മുടെ ആഗ്രഹത്തെ ആദരിക്കും. മറ്റാരേക്കാളും മറ്റെന്തിനേക്കാളും കർത്താവിനെ സ്നേഹിക്കണം. ആ യുണീക്ക്നെസ്, സ്തോത്രം, കർത്താവിന് നമ്മളോടുള്ള സ്നേഹത്തിലുമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടപ്പെടലും സ്നേഹവും നമ്മളിൽ കശകിപ്പോകരുതെന്ന്. മാത്രമല്ല സ്നേഹത്തിന്റെ സവിശേഷതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം മറക്കരുത്. അവിടെ പറഞ്ഞത്, സ്തോത്രം, ദോഷം കണക്കിടാത്ത ബന്ധമാണ് സ്നേഹം. സ്തോത്രം. ദോഷം കണക്കിടാത്ത ബന്ധം, അതാണ് സ്നേഹം. പ്രിയമുള്ളവരെ, ആ സ്നേഹം മനുഷ്യനോട് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ദൈവത്തിന് മനുഷ്യനോട് മാത്രമേ ഈ സ്നേഹമുള്ളൂ. മാലാഖമാരോട് പോലും ഈ സ്നേഹം ദൈവത്തിനില്ല, മറക്കരുത്. സ്തോത്രം. അതെന്താ? ദോഷം കണക്കിടാത്ത സ്നേഹബന്ധം മനുഷ്യന്റെ കുത്തകയാണ്, മനുഷ്യന്റെ കുത്തകയാണ്. സ്തോത്രം. മാലാഖമാരോട് ആ സ്നേഹമില്ലെന്ന് ഉപദേശി പറയാൻ കാര്യം എന്താ? പറയാം. സ്തോത്രം. മാലാഖമാരോട് ആ സ്നേഹമില്ലെന്ന് പറയാൻ കാരണം, സ്തോത്രം, മാലാഖമാരിൽ പ്രമുഖനായിരുന്ന ലൂസിഫർ, അവൻ ചെയ്ത ആദ്യത്തെ തെറ്റ്, സ്തോത്രം, അതിന്റെ മുഴുവൻ ഗൗരവത്തിലും കണക്കിട്ടു. അത് നടപ്പാക്കി പോലുമില്ല പാവം. ഞാൻ അത്യുന്നതനോട് സമനാകും, എന്റെ സിംഹാസനം മേഘങ്ങൾ മീതെ വെക്കും. അവനങ്ങനെ ചിന്തിച്ചതേ ഉള്ളൂ. അവനെ അശുദ്ധനെന്നെണ്ണി വിശുദ്ധ പർവ്വതത്തിൽ തന്നെ പുറത്താക്കി നിഷ്കാസനം ചെയ്തു. അവന് വേണ്ടി നരകമൊരുക്കി. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് വായിക്കുന്നു. വായിച്ചാട്ടെ, എബ്രായ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എബ്രായ 2:16. എബ്രായ 2:16 ഒന്ന് വായിച്ചേ പ്ലീസ്. എബ്രായ 2:16. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാം സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. കേട്ടോ, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാൻ. എന്റെ കർത്താവ് ഒന്നും ചെയ്തില്ല. അബ്രഹാമിന്റെ സന്തതിയെ, കാരണം എന്താ? ദൂതന്മാരോട് നീതിയിലാണ് ദൈവം പെരുമാറുന്നത്.
നമ്മളോട് നീതിയിൽ മാത്രമല്ല, നമ്മളോട് പെരുമാറുന്നത് സ്നേഹത്തിലാണ്. സ്നേഹത്തിലാണ്. ദോഷം കണക്കിടാത്ത സ്നേഹബന്ധമാണ് കർത്താവിന് നമ്മളോടുള്ളത്. സ്തോത്രം. അപ്പോൾ ദൈവസ്നേഹത്തിന്റെ ഏക ഉപഭോക്താവ്, സ്തോത്രം, ദൈവസ്നേഹത്തിന്റെ റെസിപ്പിയന്റ്, അത് അനുഭവിക്കുന്ന ഏക സൃഷ്ടി മനുഷ്യരാണ്. അത്ര എക്സ്ക്ലൂസീവാണ്, അത്ര തനിമയാർന്നതാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. വാക്യം വായിച്ചു, ആവർത്തന പുസ്തകം 10-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. Deuteronomy chapter 10 verse 14 ഒന്ന് വായിച്ചാട്ടെ. Deuteronomy chapter 10 verse 13. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുവാൻ. 10:14 ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവയാകുന്നു. നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ച് അവരുടെ ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതാ behold, സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളതാണ്. Everything in the whole universe belongs to the Lord. സകലവും എന്റെ ദൈവത്തിന്റെ വകയാ, അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. പക്ഷേ നിങ്ങളോട് മാത്രം പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു. സ്തോത്രം. മാലാഖമാർക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയുന്നില്ല. അവരുടെ ദോഷം ദൈവം അവരുടെ മുഴുവൻ ഗൗരവത്തിലും കണക്കിട്ടു. എന്നാൽ സ്തോത്രം, അവരുടെ ദോഷം കണക്കിട്ട് അവർക്ക് വേണ്ടി ശിക്ഷാവിധിക്ക് നരകമൊരുക്കിയപ്പോൾ, ആദം പാപം ചെയ്തപ്പോൾ വേറൊരു നരകം ഒരുക്കിയില്ല, നരകത്തിന് അനക്സ് ഒരുക്കിയില്ല. ആദം പാപം ചെയ്തപ്പോൾ കാൽവറിയിലെ യാഗമൊരുക്കി. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം, ദൈവം എന്നെ നിങ്ങളെയും എത്രമാത്രം സ്നേഹിക്കുന്നെങ്കിൽ, സ്തോത്രം, കർത്താവിനെ അതുപോലെ സ്നേഹിക്കാൻ ഒരാഗ്രഹമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടോ? ഒരാഗ്രഹമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടോ സഹോദരങ്ങളെ? സ്തോത്രം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നാം അവന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ യോഗ്യരാവുകയുള്ളൂ എന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. അതെ, ദോഷം കണക്കിടാത്തത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, സ്തോത്രം, കർത്താവ് പറയുന്നു, കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ, എന്നെക്കാളധികം അപ്പനെയും അമ്മയും അപ്പനെപ്പെടുന്ന യോഗ്യനല്ല, തന്റെ ജീവനെ പോലും എന്നെക്കാളധികം പ്രിയപ്പെടാൻ നിനക്ക് അനുവാദമില്ലെന്ന് പറയുമ്പോൾ, ജീവനെ പകയ്ക്കണമെന്ന്. അതാണ് രക്തസാക്ഷികൾ ചെയ്തത്. യേശുവിനെ തള്ളിപ്പറ, അല്ലെങ്കിൽ മരിക്കുക, ഡിനൗൺസ് ജീസസ് ഓർ ഡൈ എന്ന് പറയുമ്പോൾ, നോ ക്വസ്റ്റ്യൻ ഓഫ് ഡിനൗൺസിങ് ജീസസ്. I choose death. I don't consider my life എന്ന് പറഞ്ഞ ഭക്തശിരോമണികൾ. ഹല്ലേലൂയ. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ, ദീർഘായുഷ്മാനായിരിക്കുന്നതിനേക്കാൾ നിന്റെ ദയയിൽ നിലനിൽക്കുന്നതാണേ നല്ലത്. Hallelujah. Remaining in the mercies of God, experiencing the grace of God. സ്തോത്രം. ദൈവത്തിന്റെ കൃപ അനുഭവിച്ച് അവന്റെ ദയയുടെ കേന്ദ്രത്തിൽ നിൽക്കുന്ന, അവന്റെ ദയയുടെ പാത്രമായി മരിക്കുന്നതാണ് ദീർഘായുസായിരിക്കുന്നതിനേക്കാൾ നല്ലതെന്ന്. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയാ, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാണ്. നമ്മൾ വോട്ട് കൈമിട്ടേച്ച് അതങ്ങ് വായിച്ചു വിടും. എന്റെ പൊന്നു സഹോദരങ്ങളെ, അങ്ങനൊന്നും വായിച്ചു വിടരുത്. സ്തോത്രം. ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കുവാൻ മനസ്സുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെയാണ് നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ പിൻപറ്റുന്നതിന്റെ പൊള്ള.
സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവത്തെ പിൻപറ്റുന്നതിന്റെ പൊള്ള നമുക്ക് മനസ്സിലാകുന്നത്. എനിക്ക് ഈ വിഷമം തോന്നുന്നത് ചില പാട്ടൊക്കെ ഉണ്ട്. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിച്ചപ്പോൾ തകർക്കുമെന്ന് ഭീതി മൊഴി. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന ഒത്തിരി പേര് അതൊക്കെ അടിച്ച് തകർത്ത് പാടി അതൊക്കെ വരുമ്പോഴത്തേനും അങ്ങോട്ട് ആവേശം മൂക്കുന്നവരാണ് എന്നെ കേൾക്കുന്നത്. എനിക്ക് അറിയാം. നിങ്ങൾക്ക് എന്നോട് പിണക്കൊന്നും തോന്നണ്ട. ആ പാട്ടൊക്കെ ചവറ്റുകൂട്ട കളയേണ്ടതാ. എന്നാ ഉയർച്ചയാ ഇവിടെ! എന്നാ ഉയർച്ച കിട്ടാനാ സൗകര്യങ്ങളെ? അമേരിക്ക പ്രസിഡന്റ് ആകാനോ? ചോദിക്കണം കാർന്നവരോട് എങ്ങനെയുണ്ടെന്ന്. തലവേദന. എന്നാ ഉയർച്ചയാ പിന്നെ! സ്തോത്രം. ബിൽഗേറ്റ്സിനെ പോലെ പണക്കാരനാകണമെന്നോ? സ്തോത്രം. അങ്ങേര് വയറ് നിറച്ച് കഴിക്കുന്നു, ഒരു തുണി ഉടുക്കുന്നു, ഒരു മുറി കിടന്നു, ഒരു ബെഡെ കിടന്ന് ഉറങ്ങുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ അനുഭവിക്കാൻ കഴിയുന്നതിനേക്കാൾ അധികം ഉണ്ടായതുകൊണ്ട് എന്നതാ ഗുണം. എന്നാ ഉയർത്തില്ലെന്ന് ശത്രുഗണം ബാധിച്ചു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, പിശാചിനായാലും പ്രമാണം വിട്ട ഒരു കാര്യം ചെയ്യാൻ ഒരിക്കലും ദൈവം അനുവദിക്കില്ല. അപ്പൊ നിന്നെ ഉയർത്തുകയല്ലെന്ന് ശത്രുഗണം നിനക്കെതിരെ വാദിക്കുന്നെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടല്ലോ. അതിന് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക വേണ്ടത്. അല്ലാതെ സ്തോത്രം പ്രിയപ്പെട്ടവരെ, പിശാചിനെ ചവിട്ടിക്കൊല്ലാൻ ചെല്ലുകയല്ല പ്രധാനം. സ്തോത്രം. അതെ, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവനേക്കാൾ കർത്താവിനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപവാസം എടുക്കുക, അവനേക്കാൾ കേവനാകാൻ വേണ്ടി. സ്തോത്രം. നമുക്ക് വേണ്ടി ജീവനെ വെച്ചത് കർത്താവിനെ നിങ്ങളൊന്ന് കണ്ടേ. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞെന്നാ വായിക്കുന്നത്. എന്ത് വാക്യമൊക്കെ! അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണന് അകൃത്യയാഗമായി തീർന്നു. എന്റെ പൊന്നപ്പ, മറ്റൊരുവന്റെ പാപത്തിന്റെ കുറ്റം ചുമക്കുന്നതിനേക്കാൾ കഠിനമായ ഒരു അനുഭവം ഈ ആയുസ്സിൽ ചിന്തിക്കാനില്ല. സ്തോത്രം. മറ്റൊരുവന് പകരം മറുവിലയായി ഏൽപ്പിക്കപ്പെടുക. അയ്യോ, അവന്റെ മുമ്പിൽ എനിക്ക് ഒരു വിലയില്ലെന്നോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഒരിക്കൽ ഒരു പ്രിയ ദൈവദാസൻ, ജയിലിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, രാഷ്ട്രീയ പാർട്ടിക്കാർ പറഞ്ഞു അവരിലെ അടുത്ത വലിയ നേതാവാകാനായി ഇങ്ങനെ അവർ വളർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവ് പ്രമാദമായ ഒരു കൊലപാതക കേസിൽ പ്രതിയാണ്. പോലീസ് പിടിക്കുമെന്ന് വന്നപ്പോൾ പാർട്ടിക്കാരെല്ലാം കൂടെ കൂടി കൂട്ടത്തിലുള്ള മറ്റൊരു ചോട്ടാ പാർട്ടി അംഗത്തെ പിടിച്ചിട്ട് പറഞ്ഞിടാ, നീ അങ്ങ് കുറ്റമേക്കാമോ? നീ അങ്ങ് കുറ്റമേറ്റാ നിന്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കൊള്ളാമോ? അങ്ങനെ അവൻ ആവേശത്തിൽ അവന്റെ വീട്ടിന് ഇഷ്ടം പോലെ പണം കൊടുക്കുക, അങ്ങനെ വീട്ടിൽ കുറെ പണവും കൊടുത്തു, ഒക്കെ ശരിയാണ്. അവൻ ആവേശത്തിൽ കുറ്റമേറ്റു. മറ്റേ നേതാവ് കുറ്റവിമുക്തനായി, അവൻ സ്വതന്ത്രനായി, അവന് അധികാരത്തിൽ വന്നു. പിന്നെ ഇവനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജീവപര്യന്തം കാഠിന്യ തടവിന് വിധിക്കപ്പെട്ടവൻ ജയിലിൽ കിടക്കുമ്പോൾ അവനെ കാണാൻ ചെന്ന സുവിശേഷകരോട് അവന് ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് സഹിക്കാൻ മേലാത്തത് അവന്റെ മുമ്പിൽ എന്റെ പ്രാണൻ ഇത്ര ചപ്പും ചവറുമായിട്ടാണല്ലോ പരിഗണിക്കപ്പെട്ടത്. അവന് വേണ്ടി എന്നെ കുരുതി കൊടുക്കാനും മാത്രം ഞാൻ അത്ര നിസ്സാരനായി പോയോ? സ്തോത്രം. എന്നവന് ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, എന്റെ പ്രാണപ്രിയൻ എനിക്ക് വേണ്ടി അതാ ചെയ്തത്. എനിക്ക് പകരം അവിടുന്ന് തന്നെ എനിക്ക് വേണ്ടി മരണത്തിന് ഒഴുക്കിക്കളഞ്ഞു. സ്തോത്രം. ഇത്ര മാത്രം എന്നെ സ്നേഹിച്ചെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിനെ സ്നേഹിക്കുവാൻ മനസ്സ് വെക്കുമോ? ദർ ഇസ് ആൻ എക്സ്ക്ലൂസീവ്. അതാണ് വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ. വിശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 പദങ്ങളുണ്ട് ഗ്രീക്കിൽ: ഹഗ്നോസ്, ഹാഗിയോസ്, ഒക്സിയോസ്. മലയാളത്തിൽ ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. 3 പദം. ഇംഗ്ലീഷിൽ ഹോളി എന്നൊക്കെ പറയുന്നുള്ളൂ. അപ്പൊ ആ ഇംഗ്ലീഷിൽ ഇത്ര ഈ പ്രിസൈസ് ഐഡിയാസ് ഒന്നും ഉൾക്കൊള്ളാനൊന്നുള്ള ശേഷിയില്ല സൗരങ്ങളെ. പോട്ടെ, അത് വേറെ വിഷയം. ശുദ്ധം എന്ന് പറഞ്ഞാൽ വെടിപ്പുള്ളത് എന്നാണ് അർത്ഥം. വെടിപ്പുള്ളത്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് അശുദ്ധം. എന്നാൽ വിശുദ്ധം എന്ന് പറഞ്ഞാൽ, ശുദ്ധം എന്നുള്ളത് ഹഗ്നോസ്,
ഹാഗിയോസ് എന്നാണ് വിശുദ്ധം എന്നതിന്റെ അർത്ഥം. ഹാഗിയോസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെക്കപ്പെട്ടത്. ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെക്കപ്പെട്ടത്. അതാണ് വിശുദ്ധം. അതിന്റെ ഓപ്പോസിറ്റ് സാമാന്യം എന്നാണ്. സാമാന്യം. സ്തോത്രം. യെഹെസ്കേൽ 23-ാമത്തെ 44-ാമത്തെ വാക്യം വേഗം ഒന്ന് വായിച്ചേക്കാമോ? 44:23. 44:23. എസെക്കിയേൽ 44:23 ഒന്ന് വായിച്ചേ, വേഗം വായിക്കാമോ? യെഹെസ്കേൽ 44:23. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. വളരെ നന്ദി. വിശുദ്ധം ഓപ്പോസിറ്റ് സാമാന്യം, മലിനം നിർമ്മലം, അശുദ്ധം ശുദ്ധം. നോക്കണേ, അപ്പൊ വിശുദ്ധമുള്ള ഓപ്പോസിറ്റ് സാമാന്യം എന്നാണ്. വിശുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെക്കപ്പെട്ടത്. സാമാന്യം എന്ന് പറഞ്ഞാൽ സൗകര്യം പോലെ എന്തിനും ഉപയോഗിക്കുന്നത്, ആവശ്യാനുസരണം സൗകര്യം പോലെ ഉപയോഗിക്കുന്നത്, അവസരം പോലെ നിൽക്കുന്നത്, അവസരം പോലെ ഉപയോഗിക്കപ്പെടുന്നത്, അതാണ് സാമാന്യം. ഇനി പരിശുദ്ധം എന്ന് പറഞ്ഞാൽ ഒക്സിയോസ് എന്നാണ് വാക്കിന്റെ വാക്ക്, ഗ്രീക്കിലെ വാക്ക്. ഒക്സിയോസ് എന്ന് പറഞ്ഞാൽ തികച്ചും യോഗ്യൻ, മാറ്റം വരാത്തവൻ, സമ്പൂർണൻ എന്നൊക്കെ അർത്ഥമാണ്. മാറ്റം വരാത്തവൻ എന്നാണ്. അത് ദൈവത്തെക്കുറിച്ച് മാത്രമേ പരിശുദ്ധൻ എന്ന് വേദപുസ്തകം പറഞ്ഞിട്ടുള്ളൂ. വായിച്ചു. വെളിപ്പാട് 15:4. വെളിപ്പാട് 15, റെവലേഷൻ 15:4 വായിച്ചോട്ടു, വേഗം വായിച്ചാട്ട. കർത്താവേ, ആര് നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. മതി. താങ്ക് യു. നീയല്ലോ ഏക പരിശുദ്ധൻ, നീ മാത്രമേ പരിശുദ്ധുള്ളൂ. സഹോദരങ്ങളെ, ഈ ബൈബിൾ നിങ്ങൾ അരിച്ചു വെച്ച് പരിശോധിച്ചു. പരിശുദ്ധൻ എന്ന് ദൈവത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മൂലഭാഷയിൽ കൃത്യമായും അങ്ങനെ തന്നെയാണ്. ദൈവത്തെക്കുറിച്ച് മാത്രമേ പരിശുദ്ധൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ, വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ വേർപാട് പാലിക്കുന്നവൻ, അല്ലെങ്കിൽ ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെക്കപ്പെട്ടതാണ് വിശുദ്ധം. അപ്പോൾ ആ വേർപാട് നഷ്ടപ്പെട്ടാൽ വിശുദ്ധി നഷ്ടപ്പെടും. ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് പല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ വിശുദ്ധി നഷ്ടപ്പെടും. എന്നാൽ അങ്ങനെ നഷ്ടപ്പെടുന്നതല്ല പരിശുദ്ധി. സ്തോത്രം. എന്റെ കർത്താവ് മീൻസ് രക്തസ്രവക്കാരത്തിയായ സ്ത്രീ എന്ന് കർത്താവിനെ തൊട്ടു. അവൾ എന്തിനാ പേടിച്ചെന്തിനാന്ന് ചോദിച്ചാൽ, അയ്യോ അവിടെ എങ്ങാണോ അറിഞ്ഞു പോയെങ്കിൽ എന്റെ പൊന്നപ്പനെ അവളെ ചിലപ്പോൾ കല്ലെറിഞ്ഞു വന്നു. ഈ തരത്തിലുള്ള ഒരു സ്ത്രീ വന്ന് തൊട്ടവരെല്ലാം അശുദ്ധരായി എന്നാണ് അവർ വിചാരിക്കുന്നത്. അവൾ ചെന്ന് കർത്താവിനെ ഒന്ന് തൊട്ടപ്പോൾ കർത്താവ് അശുദ്ധനായില്ല, അവൾ ശുദ്ധയായി. സ്തോത്രം. അശുദ്ധിയുമായുള്ള ഏറ്റുമുട്ടലിൽ അശുദ്ധിക്ക് പരിഹാരം വരുത്തി വിശുദ്ധീകരിക്കാൻ കഴിയുന്ന ദൈവിക പ്രഭാവമാണ്. ഏതൊരു സാഹചര്യത്താലും മാറ്റം വരാൻ കഴിയാത്ത ദൈവ പ്രഭാവമാണ് പരിശുദ്ധി. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധന്മാരാണ്. അതുകൊണ്ട് നമ്മൾ വേർപാട് പാലിച്ചോണം. അതുകൊണ്ടാണ് എക്സ്ക്ലൂസിവിറ്റി. അതുകൊണ്ടാണ് മറ്റെന്തിനേക്കാളും കർത്താവിനെ സ്നേഹിക്കണം. കർത്താവിനായി മാത്രം സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. മറ്റെന്തിനേക്കാളും കർത്താവിനോടുള്ള ബന്ധമായിരിക്കണം കൂടുതൽ വലുതായിരിക്കേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നത് ഞാൻ വിശ്വസിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ലോകത്തെയും ദൈവത്തെയും കൂടി ഒന്നിച്ച് സ്നേഹിക്കാൻ കഴിയുന്നവരെ കുറിച്ച് പറയുന്ന വാക്യം വായിച്ചേ. യാക്കോബ് 4:4. യാക്കോബ് 4:4. ജെയിംസ് 4:4. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? താങ്ക് യു. വളരെ ബ്രദർ. താങ്ക് യു ബ്രദർ. താങ്ക് യു. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം. വ്യഭിചാരിണി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഉള്ളപ്പോൾ മറ്റൊരു പുരുഷനായിരുന്നവൾ, അതാണ് വ്യഭിചാരിണി. ശ്രദ്ധിക്കണേ, അവൾ ഭർത്താവിനെ ചിലപ്പോൾ സ്നേഹിക്കുന്നുണ്ട്, ഭർത്താവിനെ വളരെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഒരു ചെറിയ പെർസെന്റ് സ്നേഹം വേറൊരുത്തരോടുമുണ്ട്. ഒരു ചെറിയ പെർസെന്റ് സ്നേഹം വേറൊരുത്തരോട്. അതാണ് വ്യഭിചാരിണി. സ്തോത്രം. ലോകത്തെയും ദൈവത്തെയും കൂടെ ഒന്നിച്ച് സ്നേഹിക്കാനൊക്കെയാണ്. അതുകൊണ്ടാണ് എന്തൊരു പവർഫുൾ ലാംഗ്വേജ് ആണ് അവിടെ. എന്തൊരു ശക്തമായിട്ടാണ് പരിശുദ്ധാത്മാവ് യാക്കോബ് പുസ്തകത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. ലോകത്തെ, അതിലുള്ളതിനെ സ്നേഹിക്കരുത്. ലോകം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർപ്പിച്ചല്ലോ, ഭൂമിയല്ല, ഇവിടുത്തെ വ്യവസ്ഥിതിയാണ്. ഇവിടുത്തെ ദുഷിച്ച വ്യവസ്ഥിതി, ദുഷ്ടന്റെ അധീനതയിലേക്ക് ദുഷിച്ച വ്യവസ്ഥിതി.
സ്തോത്രം. ലോകത്തെ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തോട് ശത്രുതയിലാണ്, അവർ വ്യഭിചാരിണിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്റെ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങേക്കാൾ അധികം ഞാൻ ഒന്നിനെയും ആരെയും സ്നേഹിക്കുന്നില്ല. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ ഒരു ചെറിയൊരു ഒരർത്ഥത്തിൽ പറഞ്ഞ് ഇച്ചിരി കുസൃതി കാണിച്ച ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറക്കാതിരിക്കാൻ പറയാം. ഞാൻ വിവാഹിതനായപ്പോൾ ഞാൻ ഡൽഹിയിൽ പാർത്ത് കർത്താവിന് വേല ചെയ്യുന്ന സമയം, വിവാഹിതനായതിന്റെ 3-ാമത്തെ ദിവസം ഞങ്ങൾ ഡൽഹിക്ക് യാത്ര പുറപ്പെടുകയാണ്, ഞാനും എൻ്റെ ഭാര്യയും കൂടി. അവിടെ ചെന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ ഒന്നിൽ ഞാൻ എൻ്റെ ഭാര്യയുമായി വർത്തമാനം പറഞ്ഞിരിക്കുന്നു. സൂസൻ, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, അത് നേരത്തെ പറയണ്ടായിരുന്നു, അത്യാവശ്യമായും പറയേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. ഞാൻ മുഖം ഇച്ചിരി ഗൗരവമാക്കിയിട്ടാണ്, അത്യാവശ്യം പറയേണ്ട കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എന്താ അത്? അതേ, സൂസനേക്കാൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ പ്രാധാന്യമുള്ള മറ്റൊരു വ്യക്തിയുണ്ട്. സൂസൻ എൻ്റെ ജീവിതത്തിൽ 2-ാം സ്ഥാനമേ ഉള്ളൂ. സൂസനേക്കാൾ എനിക്ക് പ്രധാനിയായ മറ്റൊരുവനുണ്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ മറ്റൊരു നാട്ടിൽ പോയി നിൽക്കുമ്പോൾ ബന്ധുക്കളെല്ലാം പിടിച്ചെത്തിരിക്കുമ്പോൾ കുരുത്തക്കേട് പറയല്ലേ. അപ്പൊ ഞാൻ ഇച്ചിരി ഗൗരവമായിട്ട് തന്നെയാ. അപ്പത്തേനും കൂടി വിഷമത്തിലോ വിരുമ്പിയാകെ ഒന്നും പിന്നെ നേരത്തെ പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നേരത്തെ പറയണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴേലും പറഞ്ഞല്ലോ. അതേ, ആരാന്നറിയാവോ? എനിക്കറിയണ്ടോ? അല്ല, എന്നാലും അറിയണം. എന്റെ പ്രിയ കർത്താവാ, എന്റെ പ്രിയ കർത്താവാ. എന്റെ കർത്താവ് കഴിഞ്ഞെങ്കിലേ സൂസന്റെ ജീവിതത്തിൽ സ്ഥാനമുള്ളൂ. സ്തോത്രം. അപ്പോഴത്തേര് സന്തോഷത്തോടെ ഞങ്ങൾ രണ്ടുപേരും കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു. അതെ, ഹല്ലേലൂയ. കർത്താവിനേക്കാളേറെ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയോ സ്നേഹിക്കുവാൻ വചനം അനുവദിക്കുന്നില്ല. എന്തിന് ജീവനെ സ്നേഹിക്കാൻ അനുവാദമില്ലെങ്കിലാണ്. അങ്ങനെയുള്ളവരാണ് നിത്യജീവിൽ കാണുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നേരെ അങ്ങ് പോയി എങ്കിലും ഞാൻ ബൈബിളിൽ നിന്ന് ഒരു ഉദാഹരണം വേഗം ചൂണ്ടിക്കാണിക്കാം. സ്തോത്രം. യോനാഥാൻ ദാവീദും. സ്തോത്രം. ദാവീദ് ഗോലിയാത്തിനെ എതിരിടുകയാണ്. ദാവീദ് ഗോലിയാത്തിനെ എതിരിട്ട് ഒരു കവണിയും കല്ലും കൊണ്ട് അവനെ പരാജയപ്പെടുത്തി. സ്തോത്രം. അവനെ പരാജയപ്പെടുത്തി ഓടിച്ചെന്നവന്റെ മേത്ത് കയറി നിന്ന്, മറിഞ്ഞു വീണവന്റെ മേത്ത് കയറി നിന്ന് അവന്റെ വാൾ വലിച്ചൂരി അവന്റെ കഴുത്ത് വെട്ടി. ആ ചോര ഒഴുകുന്ന തലയും ആ വാളുമായി ഇസ്രായേൽ നിരകളുടെ നേരെ നടന്നു വരുമ്പോൾ ഹല്ലേലൂയ, യോനാഥാന് അവനോട് അടുപ്പം തോന്നി. യോനാഥാൻ ദാവീദിനെ സ്നേഹിച്ചു. യോനാഥാൻ ദാവീദിനോട് ഉടമ്പടി എടുത്തു. നേരം പോയതുകൊണ്ട് ഒത്തിരി വാക്യങ്ങൾ വായിക്കാനുണ്ടെങ്കിലും സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ എല്ലാം വായിക്കുന്നില്ല. എന്നാൽ 1-2 വാക്യം ഒന്ന് വായിച്ചു. 1 ശമൂവേൽ 18:3 വേഗം വായിക്കാമോ? യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യത ചെയ്തു. കണ്ടോ? യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവരുമായി സഖ്യത ചെയ്തു. ഹല്ലേലൂയ. 20-16 വായിക്കുമ്പോഴും പിന്നെയും സഖ്യത ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ദാവീദും യോനാഥാനും വളരെ ഉറ്റ സ്നേഹിതന്മാരായിരുന്നു. എന്നാൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 20-ാം അധ്യായത്തിന്റെ സ്തോത്രം 41-42 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ബാല്യക്കാരൻ പോയ ഉടനെ ദാവീദ് തെക്ക് വശത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് 3 പ്രാവശ്യം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവർ തമ്മിൽ ചുംബനം ചെയ്ത് കരഞ്ഞു. ദാവീദോ ഉച്ചത്തിൽ കരഞ്ഞുപോയി. യോനാഥാൻ ദാവീദിനോട്, യഹോവ എനിക്കും നിനക്കും എന്റെ സന്തതിക്കും നിന്റെ സന്തതിക്കും മധ്യേ എന്നേക്കും സാക്ഷി എന്നിങ്ങനെ നാം ഇരുവരും യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്കൊണ്ട് സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞു.
അങ്ങനെ അവൻ എഴുന്നേറ്റ് പോയി യോനാഥാനോ പട്ടണത്തിലേക്ക് പോന്നു. താങ്ക് യു. ശ്രദ്ധിക്കണേ, സന്ദർഭം നമുക്കറിയാം. യോനാഥാന് രാജപദവി ഉറപ്പിക്കപ്പെടേണ്ടതിന് ദാവീദിനെ കൊല്ലുവാൻ ശൗൽ തീരുമാനിച്ചു. ഒരു ദുരാത്മാവിന്റെ മേൽ വന്നു. പല സന്ദർഭത്തിൽ അവൻ കുന്തം ചാടി കുന്തം അവന്റെ നേരെ ചുഴറ്റി എറിഞ്ഞു. ദൈവം അവനെ രക്ഷിച്ചു. ദാവീദിനെ കൊന്നുകളയുവാൻ ശൗൽ തീരുമാനിച്ചിരിക്കുന്നത് യോനാഥാന് മനസ്സിലായി, ദാവീദിനും അത് മനസ്സിലായി. സ്തോത്രം. അമാവാസിയുടെ രാജവിരുന്ന് നടക്കുന്ന സമയം ദാവീദ് യോനാഥാനോട് പറഞ്ഞു, എനിക്കും മരണത്തിനും തമ്മിൽ ഒരടി അകലമേ ഉള്ളൂ. എന്നോടൊരു ഉപകാരം ചെയ്യാമോ? വയലിൽ ഒളിച്ചിരിക്കാൻ എനിക്ക് അനുവാദം താ. എന്നെ കൊന്നുപോകും. പന്തിഭോജനത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ പന്തിഭോജനം ഇല്ല എന്ന് വന്നാൽ അവൻ ദേഷ്യപ്പെടുകയാണെങ്കിൽ എന്നെ കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ദിവസം അവനെ പന്തിഭോജനം കാണാഞ്ഞപ്പോൾ അവനില്ല. രണ്ടാമത്തെ ദിവസം ആയപ്പോൾ ശൗലി ചോദിച്ചു, ഇശായുടെ മോനെ കാണുന്നില്ലല്ലോ, ഇന്നലെ കണ്ടില്ല, ഇന്നും കണ്ടില്ലല്ലോ. അതെ, അവന്റെ പിതൃഭവനത്തിലേക്ക് അവൻ പോയിരിക്കുകയാണ്. ഒരു യാഗമുള്ളത് കൊണ്ട് അങ്ങോട്ട് പോകാൻ താല്പര്യമായി അനുവാദം ചോദിച്ചു അവൻ പോയിരിക്കാം. ഉടനെ ദുശാഠ്യമുള്ളവരെ എന്നും അവളുടെ മകരെ എന്ന് പറഞ്ഞ് ശരിക്കും അവനെ തന്നെ, സ്വന്തം മോനെ ശകാരിച്ച് ഓമനെ തന്നെ കൊന്നുകളയാൻ ശൗൽ മുതിരുകയാണ്. യോനാഥാൻ വിരുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയി. നമുക്കറിയാം, ഏസൽ കല്ലിന്റെ അരികെ ദാവീദ് ഒളിച്ചിരിക്കുകയാണ്. ബാല്യക്കാരനുമായി ചെന്ന് പറഞ്ഞു കൊടുത്തിരുന്ന അടയാളം അനുസരിച്ച് അമ്പെയ്തു. ബാല്യക്കാരന്റെ കയ്യിൽ അമ്പുമില്ല് കൊടുത്തയച്ച് അവരെ പട്ടണത്തിലേക്ക് വിട്ട ശേഷം ദാവീദിന്റെ കാര്യം മനസ്സിലായി, അപകടമാണെന്ന് മനസ്സിലായപ്പോൾ ദാവീദ് എഴുന്നേറ്റ് വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. യോനാഥാൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പുണർന്നോ. രണ്ടുപേരും കരഞ്ഞു. ദാവീദ് ഉറക്ക കരഞ്ഞുപോയി എന്ന് നമ്മൾ വായിച്ചു. ഉറക്ക കരഞ്ഞുപോയി. അത് കഴിഞ്ഞ് ഉടമ്പടിയൊക്കെ ചെയ്തു. നമ്മളവിടെ വായിക്കുന്നത് അവൻ എഴുന്നേറ്റ് പോയി. ദാവീദിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ എഴുന്നേറ്റ് പോയി. എങ്ങോട്ടാ പോയത്? എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. അവന് പോകാൻ ഇടമില്ല. അവൻ അലയുകയാണ്, അലയുവാൻ പോവുകയാണ്. ദാവീദ് എഴുന്നേറ്റ് പോയി. അടുത്തത് യോനാഥാനോ പട്ടണത്തിലേക്ക് പോയി. ഉടമ്പടി ചെയ്തു എന്നുള്ള സത്യമാണ്. വാള് കൊടുത്തു, വസ്ത്രം കൊടുത്തു, സഹായം ചെയ്തു, അവന് വേണ്ടി അപ്പന്റെ മുമ്പിൽ വാദിച്ചു. ഇതൊക്കെ സത്യമാണ്. ഉടമ്പടിയൊക്കെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നത് സത്യമാണ്. പക്ഷേ ആ സ്നേഹം തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടില്ല. വേർപെടുവാൻ അവന് മനസ്സില്ലായിരുന്നു. അതാണ് എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. വിശുദ്ധ ജീവനം. യോനാഥാന് ദാവീദിനോട് സ്നേഹമുണ്ട്. പക്ഷേ അപ്പനോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല. മറക്കരുത്. വായിച്ചേ ശമൂവേലിന്റെ 2-ാം പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 2-ാം പുസ്തകം, ശമൂവേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വേഗം വായിച്ചാട്ടെ. ശൗലും യോനാഥാനും ജീവകാലത്ത് പ്രീതിയും വാത്സല്യവും പൂണ്ടിരുന്നു, മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. കണ്ടോ? താങ്ക് യു. ശൗലും യോനാഥാനും ജീവകാലത്ത് പ്രീതിയും വാത്സല്യവും പൂണ്ടിരുന്നു. സ്തോത്രം. ദാവീദ് യോനാഥാന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ അവന് വേണ്ടി കഴിക്കുന്ന വിലാപഗീതത്തിലുള്ള വാചകമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ശൗലും യോനാഥാനും ജീവകാലത്ത് വാത്സല്യം പൂണ്ടിരുന്നു. സ്തോത്രം. അതുകൊണ്ട് അപ്പനോടുള്ള സ്നേഹം നിമിത്തം ദാവീദിനെ സ്നേഹിച്ചിരുന്നെങ്കിലും സ്തോത്രം അപ്പനെ പിരിയുവാൻ യോനാഥാനും മനസ്സില്ലായിരുന്നു. പിരിയേണ്ടത് ആരെ? അപ്പനെ പിരിയണം. വിട്ടുകളയേണ്ടത് എന്താ? കൊട്ടാരത്തിന്റെ സുഖങ്ങൾ, രാജാവിന്റെ പന്തിഭോജനം. കൂടേണ്ടത് ആരുടെ കൂടെയാ? ഒരു ഫിജിറ്റീവിന്റെ കൂടെ, ഒരഭയാർത്ഥിയുടെ കൂടെ, മരണത്തിന്റെ നിഴലിൽ പാർക്കുന്ന ഒരു ബലഹീനനോടുകൂടെ. സ്തോത്രം. അധികാരിയായ അപ്പനെ വിട്ട് സ്തോത്രം അലഞ്ഞു നടക്കുന്ന ഒരു ബലഹീനന്റെ കൂടെ, കൊട്ടാരത്തിന്റെ സുഖം വിട്ട് മരുഭൂമിയുടെ ഏകാന്തതയിൽ ദാവീദിന്റെ കൂടെ ചേരണം. കൊട്ടാരത്തിന് സുഖം വിടാനോ
പന്തി ഭോജനം വിടാനോ അപ്പന്റെ സ്നേഹം വിടുവാനോ യോനാഥാന് മനസ്സില്ലായിരുന്നു. യോനാഥാന് ദാവീദിനോട് സ്നേഹമുണ്ടായിരുന്നെങ്കിലും വേർപിരിയുവാൻ മനസ്സില്ലായിരുന്നു. ഫലമെന്താണ്? ഗിൽബോവ പർവ്വതങ്ങളിൽ പട്ടുപോയി. ഗിൽബോവ പർവ്വതങ്ങളിൽ പട്ടുപോയി. ദാവീദ് അവനെ കുറിച്ച് പാടി വിലാപഗീതത്തിൽ സ്തോത്രം പറഞ്ഞ വാചകം നമ്മൾ കേട്ടു. സ്തോത്രം. ദാവീദ് പറയുന്ന വിലാപഗീതം ഒന്ന് വായിക്കാമോ? ശമൂവേൽ 2-ാം പുസ്തകം 1-ാമത്തെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ശമൂവേൽ 2 ശമൂവേൽ 1:26 ഒന്ന് വായിച്ചാണ്. യോനാഥാനെ, എന്റെ സഹോദര, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലനായിരുന്നു. നിൻ പ്രേമം കളത്ര പ്രേമത്തിലും വിസ്മയമേറിയത്. കേട്ടോ ദാവീദ് വിലപിക്കുകയാണ്. ദാവീദ് വിലപിക്കുമ്പോൾ ഒരു അവനെ കുറിച്ച് ഒരു അസസ്മെന്റ് നടത്തുകയാണ്. സ്തോത്രം. യോനാഥാനേ, എന്റെ സഹോദരാ, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. സ്തോത്രം. നീ എനിക്ക് അതിവത്സലനായിരുന്നു. നിൻ പ്രേമം കളത്ര പ്രേമത്തിലും വിസ്മയമേറിയത്. സ്തോത്രം. എന്റെ മാർവിടത്തില് എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. സത്യമാ. പക്ഷേ സ്തോത്രം, നിന്റെ അപ്പന്റെ വാത്സല്യവും കൊട്ടാരത്തിന്റെ സുഖങ്ങളും പന്തി ഭോജനം ഇടുവാൻ നിനക്ക് മനസ്സില്ലാഞ്ഞതിനാൽ ഞാൻ നിന്നെ ചൊല്ലി ദുഃഖിക്കുന്നു. അതിനാൽ ഗിൽബോവ പർവ്വതങ്ങളിൽ പട്ടുപോയി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ ജനമേ, എന്റെ പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം. ദൈവത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്. സ്തോത്രം. നിങ്ങൾ കർത്താവിനോട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. സ്തോത്രം. നിങ്ങൾ സ്നാനത്തിൽ അവന്റെ മരണത്തോട് ഏകീഭവിക്കുവാൻ നിങ്ങളെ സമർപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. നിങ്ങൾ അവന്റെ വേലയെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്തോഷമൊക്കെ അനുഭവിക്കുന്നുണ്ട്. സ്തോത്രം. കർത്താവിനെ സാക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ സത്യമാ. ഇതൊക്കെ യോനാഥാൻ ദാവീദിനെ കുറിച്ച് ചെയ്തിരുന്നു. സ്തോത്രം. എന്നാൽ വേർപെടേണ്ടതിനോട് വേർപെടുവാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ, ഹല്ലേലൂയ, അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിന്റെ പന്തി ഭോജനത്തെക്കാൾ മരുഭൂമിയിൽ ദാവീദിന്റെ കൂടെയുള്ള ഏകാന്തത നിനക്ക് പ്രിയപ്പെടുവാൻ കഴിയാതെ പോയാൽ ഗിൽബോവ പർവ്വതങ്ങൾ നിനക്കൊരു വെല്ലുവിളിയായി നിൽക്കുന്നുവെന്ന് മറക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. അതെ, കർത്താവിനെ സ്നേഹിക്കാത്തവനെ വരെ ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ സ്നേഹിക്കുന്നത് ജീവനേക്കാളേറെ ആയിരിക്കണം. ഹല്ലേലൂയ. ഇതാണ് സഭയുടെ ഒരുക്കം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഒരുക്കപ്പെടുന്നവരെ ചേർക്കുവാൻ എന്റെ കർത്താവ് മടങ്ങി വരുന്നു. ഇവിടെ വെച്ച് നമ്മുടെ ഒരുക്കം പൂർണ്ണമാകുന്നില്ല, സത്യമാണ്. പക്ഷേ അതിനായുള്ള ഒരു സമ്പൂർണ്ണ സമർപ്പണവും തീവ്രമായ ഒരു ആഗ്രഹവും ഒരു ഏൽപ്പിച്ചു കൊടുക്കലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമെങ്കിൽ നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ പൂരിപ്പിക്കുവാൻ നമ്മുടെ പ്രിയ കർത്താവിന് തീർച്ചയായിട്ടും കഴിയും. കർത്താവിനായി സമർപ്പിക്കപ്പെടാത്ത ഒരു മേഖലയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ. ഹല്ലേലൂയ. ലോകത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവത്തെ ഒറ്റിക്കൊടുക്കരുത്. ജീവൻ തന്ന് സ്നേഹിച്ചവനെ, ഹല്ലേലൂയ, ജീവൻ വെച്ചും സ്നേഹിക്കുവാൻ, ഹല്ലേലൂയ, നമുക്ക് മനസ്സൊരുക്കമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ചേർക്കുവാൻ കർത്താവ് മടങ്ങി വരുന്നു. സ്തോത്രം. നിത്യതയിൽ നാം ക്രിസ്തുയേശുവിനോട് കൂട്ടവകാശികളായിരിക്കും. കൂട്ടവകാശി എന്ന് പറഞ്ഞാൽ ഞാൻ അല്പം മുമ്പേ സൂചിപ്പിച്ചല്ലോ, സ്വർഗത്തിൽ നമ്മൾ വെറും അഭയാർത്ഥികളായിരിക്കുകയല്ല, നമ്മുടെ സ്വർഗത്തിൽ നമ്മൾ കർത്താവിനോടുകൂടെ കൂട്ടവകാശികൾ എന്നൊക്കെ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് നിത്യതയിലുള്ള സകല പദവികളിലും എനിക്കും നിങ്ങൾക്കും ഒരു ഓഹരിയാണ്, ഒരു പങ്കാണ് ദൈവം നിയമിച്ചിരിക്കുന്നത്. എത്ര വലിയ പദവിയാണ്! അതിന് നാം യോഗ്യരാകണം. അതിനുള്ള സമർപ്പണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. യേശു ക്രിസ്തുവിന് നിത്യത്തിലുള്ള സകല പദവികളിലും നമുക്കൊരു ഓഹരി, ഹല്ലേലൂയ, കൂട്ടവകാശികളായി തീരുവാൻ
കർത്താവ് നമ്മളെ മുൻ നിയമിച്ചിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവര്, സ്തോത്രം, ഇതാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ അനാദിയിലെ നിർണയം. സ്തോത്രം. ആ അനാദിയിലെ നിർണയം ദൈവസഭ ഒരുക്കപ്പെടുക എന്നുള്ളതാണ്. നാം അവന്റെ സൃഷ്ടികളിൽ ഒരു സവിശേഷമായ ആദ്യ ഫലമാകേണ്ടതിന്, സ്തോത്രം, ഹല്ലേലൂയ, അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ച് സത്യത്തിന്റെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. നാം അവന് പ്രിയരാണ്. നാം ഓരോരുത്തരും അവന് പ്രിയരാണ്. നാം ഓരോരുത്തരും അവന് യുണീക്കാണ്. ഹല്ലേലൂയ. എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ എന്റെ മുമ്പിൽ സമയമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നു, സ്തോത്രം, ഒരു പുതിയ പേര് ദൈവം നമുക്ക് കൊടുക്കുക. നമുക്ക് കർത്താവിന് നമ്മളോടുള്ള ആ സ്നേഹം വെളിപ്പെടുത്താനാ. ചില ആളുകളൊക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. ഒരു പുതിയ പേരെന്നൊക്കെ പറയുമ്പോൾ ഇന്നിപ്പം നമുക്ക് ഇവിടെ ഉള്ള പേരൊന്നും ആയിരിക്കത്തില്ല, സ്വർഗത്തിൽ വേറെ പേരുണ്ടായിരിക്കുമെന്നും. ഇപ്പൊ എന്റെ പേര് ഇപ്പൊ ഇവിടെ തോമസ് എന്നാ, സ്വർഗത്തിൽ ചെല്ലുമ്പോ എന്റെ പേര് തോമസ് ഒന്നും ആയിരിക്കരുത്, വേറെ എന്തോ പേരായിരിക്കും എന്നൊക്കെ. അങ്ങനെ അല്ല സഹോദരങ്ങളെ. ഒരു പുതിയ പേര് ഒന്ന് വായിച്ചേ. വെളിപ്പാട് ദിവസം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം വേഗം ഒന്ന് വായിക്കാമോ? ഇവിടെ നമുക്ക് ദൈവത്തിന് നമ്മളോടുള്ള ആ പ്രീതി വാത്സല്യവും ആ എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പുമാണ്. ഒന്ന് വായിക്കാം, വേഗം വായിച്ചേ. സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. വളരെ നന്ദി, സ്തോത്രം. ഇത് കണ്ടില്ലേ, ഒരു പുതിയ പേര്. ഈ പുതിയ പേര് എന്താ? ലഭിക്കുന്നവനും കൊടുക്കുന്നവനുമേ അറിയത്തുള്ളൂ. കൊടുക്കുന്നവനറിയാം, പിന്നെ ലഭിക്കുന്നവനും അറിയാം. വേറെ ആർക്കാണ് അങ്ങനെ ഒരു പേര് കിട്ടുന്നതിനകത്ത് എന്താ കാര്യം? സ്തോത്രം. നോക്കണേ, ഇപ്പം എനിക്കൊരു പേര് കിട്ടുക, ആ പേര് തന്നവരും അറിയാം, കിട്ടിയ എനിക്കും അറിയാം, വേറെ ആർക്കും അറിയാൻ മേല, ആ പേര് അറിയാൻ മേല. അതൊരു സവിശേഷമായ ബന്ധമാണ് വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. ഒരിക്കൽ ഇതിനെക്കുറിച്ച് എന്നോട് പെട്ടെന്നൊരു വിശദീകരണം ചോദിച്ചു. ചോദിച്ചപ്പോൾ ഞാൻ ഇച്ചിരി തിടുക്കത്തോടെ പോകാൻ ഒരുങ്ങുമ്പോഴാ, ഉപദേശി ഇതൊന്ന് പറഞ്ഞു തന്നേക്കണം, ഇത് എന്താ പറയുന്നത്, വേറെ പേരുണ്ടെന്നല്ലേ പറയുന്നതെന്നോ. സ്തോത്രം. ഞാൻ പെട്ടെന്ന് ദൈവാത്മാവിന്റെ മനസ്സിൽ പെട്ടെന്ന് എളുപ്പം സമയം പോയതുകൊണ്ട് ഞാൻ അതങ്ങ് പറയാം. സ്തോത്രം. പെട്ടെന്നൊരു ആശയം ഓർമ്മിപ്പിച്ചു. ഞാൻ പറഞ്ഞേ, ഞാൻ എൻ്റെ ഭാര്യയെ വിളിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു പേരുണ്ട്. ആ പേര് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയാൻ മേല. അത്ര എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പ് അത്. കൊടുക്കുന്നവനും അറിയാം, കിട്ടുന്നവനും അറിയാം, വേറെ ആർക്കും അറിയാൻ മേല. അതാ എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ സ്വർഗത്തിൽ ചെല്ലുമ്പം ഇന്ന് ഇവിടുത്തെ പേരൊന്നും അല്ല നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നതൊന്നും അല്ല അതിന്റെ അർത്ഥം. It explains the exclusivity of our unique relationship with the Lord. പ്രിയരെ, നാം ദൈവത്തിന് എത്ര പ്രിയരാണെന്ന് ഓർക്ക്. ഹല്ലേലൂയ. നാം ദൈവത്തിന് എത്ര പ്രിയരാണ്. നേരം പോയി എന്നെ നിർത്തിക്കോട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പേരുണ്ടല്ലോ, ചെല്ലപ്പേരെന്ന് മലയാളത്തിൽ പദമുണ്ട്. സ്തോത്രം. ആ ചെല്ലപ്പേര് എനിക്കും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിക്കും മാത്രം അറിയാവുന്ന, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം പരസ്പരം അറിയാവുന്ന ഒരു ചെല്ലപ്പേര്. അതുപോലെ ഒരു ചെല്ലപ്പേര് എൻ്റെ പ്രാണപ്രിയൻ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അത്ര പ്രിയനാണെങ്കിൽ ലോകത്തിൽ അത്ര പ്രിയമുള്ള ഒന്നും എനിക്കുണ്ടാക്കരുത്. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടു. കർത്താവ് വരുന്നു. നമ്മുടെ ചുറ്റുപാടിൽ സംഭവിക്കുന്നതൊക്കെ എൻ്റെ കർത്താവിന്റെ വരവിന്റെ മാറ്റൊലികളാണ്. അവന്റെ കാലൊച്ചയാണ് ഞാൻ കേൾക്കുന്നത്. സ്തോത്രം. സ്തോത്രം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ സ്നേഹിക്കാൻ നമുക്കൊന്ന് മനസ്സ് വെക്കുമോ? ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുന്നതിന്റെ തെളിവ് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുന്നതാണ്. ഹല്ലേലൂയ. അവന്റെ വചനം പ്രമാണിക്കുന്നതാണ്, അവനാ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. സ്തോത്രം. അതെ, കർത്താവിനെ സമർപ്പിക്കപ്പെടാത്ത ഒരു മേഖലയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മെ തന്നെ കർത്താവിനായി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. അങ്ങനെയുള്ളവരെ ചേർക്കുവാൻ, തൻ്റെ പ്രാണപ്രിയയായ തൻ്റെ ആത്മമണവാട്ടിയെ ചേർക്കുവാൻ എത്രയും വേഗം, സ്തോത്രം, മേഘത്തെ വാഹനമാക്കി വാനവിരവിൽ പ്രത്യക്ഷനാകാൻ പോകുന്ന
10,000 സുന്ദരനായ എനിക്ക് വേണ്ടി ജീവൻ തന്ന എൻ്റെ പ്രാണപ്രിയന്റെ വരവിൽ ഞാൻ പ്രിയം വെക്കുന്നു. അതെന്റെ ഹൃദയത്തിന്റെ ഹരമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ആയിരിക്കാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എന്റെ പരിമിതികളോടുകൂടെ ഞാൻ ഈ 3 ദിവസം കർത്താവിന്റെ വരവിനായുള്ള സഭയുടെ ഒരുക്കത്തെ കുറിച്ച് നിങ്ങൾ പറയുകയായിരുന്നു. ഒരു ചെറിയ ഭാഗം ദൈവം തന്ന കൃപയ്ക്കൊത്തോളം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു. അതിനകത്ത് കർത്താവിനെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ആ തനിമയാർന്ന ആ യുണീക്ക്നെസ്, കർത്താവിന് നമ്മൾ എത്ര പ്രിയരാണ്, കർത്താവ് നമുക്ക് എത്ര പ്രധാനിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നതിനേക്കാൾ കർത്താവിനെ തന്നെ പ്രാപിക്കുക, അതാ മനസ്സിലായി. ക്രിസ്തുവിനെ നേടേണ്ടതിന് കർത്താവ്, എനിക്ക് അങ്ങയിൽ നിന്നുള്ള ഒരു അനുഗ്രഹമല്ല വേണ്ടത്, എനിക്ക് അങ്ങേ വേണം, അങ്ങേ വേണം. ആ സമർപ്പണമുള്ളവരാണ് മണവാട്ടി. I don't need anything, any blessing from you, but I need you. I need you, Lord. I need you every hour. I need you, Lord. സ്തോത്രം. ആ സമർപ്പണം, ഒരു പുതിയ സമർപ്പണം എന്റെ പ്രിയ കേൾവിക്കാരായ എല്ലാവരും ഇന്ന് രാത്രി എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ ആ സമ്പൂർണ്ണ സമർപ്പണം എടുക്കുന്നെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളെ ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തുകയും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ തിരുസൽ നിങ്ങളുടെ കൈകളൊന്ന് ഉയർത്തി ആ സമ്പൂർണ്ണ സമർപ്പണത്തിനായി സ്തോത്രം, സ്തോത്രം നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമോ? ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ലോകത്തിന്റെ അനേക ഭാഗങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിലും അങ്ങയുടെ തൃക്കണ്ണുകൾ ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ സ്തോത്രം, ഹല്ലേലൂയ, ദൃഷ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പതിയുന്നത് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ അതിനുവേണ്ടി അറിയുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി, ഞങ്ങളുടെ ദയയുണ്ടായി. ആ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്കും സ്തോത്രം തിരുവേനി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹത്തെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് പ്രാപിച്ച് അങ്ങേ സ്നേഹിപ്പാനുള്ള ഒരു മനസ്സൊരുക്കവും അങ്ങേക്കായി മാത്രമുള്ള ഒരു സമ്പൂർണ്ണ സമർപ്പണവും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എത്രയും വേഗം കാഹളം ധരിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഒരുക്കത്തോടെ ഇരിപ്പോൾ കൃപ നൽകണമേ. അങ്ങയുടെ മടങ്ങി വരവ് ഞങ്ങളുടെ ഹൃദയത്തിന് ഹരമാകുവാൻ, അതിനേക്കാളേറെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്നും ഈ ഭൂമിയിൽ ഉണ്ടാകുവാൻ ഒരിക്കലും ഇടയാകാതിരിക്കേണ്ടതിന് സ്തോത്രം ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഈ യോഗം ക്രമീകരിച്ചവരുടെ മേൽ തിരുമേനിയുടെ അനുഗ്രഹം പകരണമേ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. തിരുമേനിക്കായി സമർപ്പിക്കണമേ. ഈ പരികൃപ നൽകണമേ. തുടർന്ന് അങ്ങയുടെ വചനം കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും അടിയുടെ വാക്കുകളിൽ കുറവായുള്ളത് അങ്ങയുടെ പരിശുദ്ധാത്മാവെ അങ്ങയുടെ പ്രിയ മക്കളെ ഹൃദയങ്ങളിൽ പൂരിപ്പിക്കുകയും തിരുനാമം ഞങ്ങളിൽ മഹത്വമെടുക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ തിരുനാമത്തിൽ ഈ എളിയ പ്രാർത്ഥന അവിടുന്ന് ദയവായി കേൾക്കണമേ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്റെ സന്ദേശത്തിന്റെ സമാപനമായി ഞാനൊരു വാചകം പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അത്യാവശ്യമായി ചോദിക്കാനുണ്ടെങ്കിൽ പറയുന്നതിന് എനിക്ക് ഞാൻ തയ്യാറാണ്. ചോദ്യമുണ്ടോ? സ്തോത്രം. There's a question about a backslider according to Hebrews 6:4-6, 10:26-27. ഈ ചോദിച്ച ആരുടെ മെസ്സേജ് തീർന്ന് പ്രാർത്ഥിക്കാൻ നേരം സ്തോത്രം. പ്രിയമുള്ളവരെ, എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം ഒരു ബാക്ക് സ്ലൈഡറെ, ഒരു പിന്മാറ്റക്കാരനെ മടക്കി കൊണ്ടുവരുവാൻ കഴിയുകയില്ല എന്ന നിലയിലാണ് പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിരിക്കുന്നത്. 6-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യമാണ്. ഒരിക്കൽ പ്രകാശം ലഭിച്ചൊരു സ്വർഗീയദാനം ആസ്വദിക്കും, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന് നല്ല വചനവും ഒരുപാട് ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തു പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് രോഗാബാധം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പ്രിയമുള്ളവർ, ഇത് കണ്ടില്ലേ? കഴിവുള്ളതല്ല. ബോധപൂർവം മനഃപൂർവമായി കർത്താവിനെ
തള്ളിക്കളഞ്ഞ് സ്തോത്രം ലോകത്തിലേക്ക് പിൻവാങ്ങുന്നവർ, അവരെ മാനസാന്തരത്തേക്ക് നയിക്കുവാൻ കഴിയുന്നതല്ലെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി പറയാൻ എനിക്ക് എന്നതാ അനുവാദം. എന്നാൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യം കൊണ്ട് ഒരു ബലഹീന നിമിഷത്തിൽ പിശാചിന്റെ വഞ്ചനയിൽ കുടുങ്ങി കർത്താവിനെ പ്രവർത്തികളാൽ നിഷേധിച്ച, അതാണ് തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. സ്തോത്രം. തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് പ്രത്യേകം പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവർത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അപ്പൊ പ്രവർത്തികളാൽ നിഷേധിക്കുന്ന ഒരു നിലയിൽ ഏതെങ്കിലും ഒരു ബലഹീന നിമിഷത്തിൽ സ്തോത്രം ബോധപൂർവമല്ലാതെ സാഹചര്യത്തിലെ സമ്മർദ്ദം കൊണ്ട് ഒരുവനൊരു തെറ്റിൽ അകപ്പെട്ടു ദൈവകൃപയിൽ നിന്ന് പിന്മാറിപ്പോയാൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മനഃപൂർവം പാപം ചെയ്ത് ദൈവകൃപയെ വൃഥാവാക്കി, സ്തോത്രം, ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പോകുന്നവൻ യഥാർത്ഥത്തിൽ ഒരു മാനസാന്തരത്തേക്ക് വരുവാൻ സാധ്യമല്ല എന്നിവിടെ പറഞ്ഞിരിക്കുമ്പോൾ അതിനെ അത്ര ഗൗരവമായി തന്നെ നമ്മൾ എടുക്കണം എന്ന് വിചാരിച്ച് ഒരു പിന്മാറ്റക്കാരന് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് കരുതി പുകയുന്ന തിരി കെടുത്തിക്കളയാത്ത ദൈവത്തിന്റെ കൃപയെ നമ്മൾ നിരാകരിക്കുകയും അരുത്. സ്തോത്രം. ഏത് മനോഭാവത്തിൽ അവന് അത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. സ്തോത്രം. ഏത് സാഹചര്യത്തിൽ അവനത് ചെയ്തു എന്നുള്ളതാണ്. ആ പ്രവൃത്തി മാത്രമല്ല, ആ പ്രവർത്തിക്കുന്നവന്റെ അവസ്ഥയും ഹൃദയനിലയും അറിയുന്ന ദൈവം അവനെ വിധിക്കട്ടെ. എന്നാൽ ഒരു കാരണവശാലും ബോധപൂർവം ദൈവകൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി, അതാണ് യൂദാപ്പസ്തലൻ പറയുന്നുണ്ട്. സ്തോത്രം. ദൈവകൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥൻ നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ മനുഷ്യർ നുഴഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടായാൽ അവനെ രക്ഷയിലേക്ക് പുതുക്കുവാനോ മാനസാന്തരം കൊണ്ടുവരുവാനോ കഴിവുള്ളതല്ല. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക്, അത് ഒത്തിരി പേരുണ്ട്. ദൈവം ക്ഷമിക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആളുകൾ, എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഒന്ന് നിർത്തടൂ, ഇങ്ങേരെക്കാൾ ദൈവത്തിന് ഹൃദയവിശാലതയുണ്ട്. ഓടയമ്പര അങ്ങനൊന്നും യേശു ക്രിസ്തു തന്റെ സ്വന്തം രക്തം കൊണ്ട് സമ്പാദിച്ച ഈ വിലപ്പെട്ട സർവ്വലോകത്തെക്കാളും വിലയുള്ള ഈ ആത്മാവിനെ ഓടയമ്പര തള്ളിക്കളയൊന്നും ഇല്ലെന്നേ ഇങ്ങനെ പറയുന്നവരുണ്ട്. ഇല്ല, അങ്ങനെയുള്ളവനെ ചേർക്കാൻ സ്വർഗത്തിൽ എവിടെ പ്രൊവിഷൻ ഉണ്ട്? ഇനി ഒന്നുകൂടെ പറഞ്ഞ, ഈ സ്വയത്തിന് മരിക്കാത്ത ഒരുത്തരെ സ്വർഗത്തിൽ കൊണ്ടുപോയാൽ അവൻ തീർച്ചയായിട്ടും അവിടെ അടുത്ത ലൂസിഫറാകാൻ സാധ്യതയുണ്ടെന്നാ ചിലർ പറഞ്ഞിട്ടുള്ളത്. നേരം പോയല്ലോ. ഈ സ്വയത്തിന് മരിക്കണം, സ്വയത്തിന് മരിച്ചില്ലേ കൊള്ളൂ. സ്വയത്തിന് മരിച്ചവൻ പിന്നെ ബോധപൂർവ്വം പാപം ചെയ്യാന്ന് പറഞ്ഞ പ്രശ്നം വരുന്നില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞ അത്രയും പറഞ്ഞ് തൽക്കാലം അവരെ നിർത്തുകയാണ്. സ്തോത്രം. സ്വയത്തിന് മരിച്ച കാര്യം സ്വർഗത്തിൽ ആരാകാൻ പോവുക? കൂട്ടവകാശിയാകാൻ പോവുക. കൂട്ടവകാശിയാകാൻ പോകുന്നവന് എനിക്ക് യോഗ്യനല്ലെന്ന് കർത്താവിനെ ജീവനേക്കാളെ സ്നേഹിക്കാത്തവൻ യോഗ്യനല്ലെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെയാ? നമ്മൾ പലപ്പോഴും നമ്മുടെ അനുഭവം കൊണ്ട് പുസ്തകത്തെ വ്യാഖ്യാനിക്കും. ഈ നിങ്ങൾ പറയുന്ന പോലെ അത്ര വലിയ വിശുദ്ധ ജീവിതമൊന്നും ഈ ആയുസിലൊന്നും ഒക്കെയല്ലെന്നേ അങ്ങനെ പറഞ്ഞിട്ടുള്ളവരുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഉയരം അനുസരിച്ച് നമ്മൾ അളവ് പോലെ വെക്കുക. അങ്ങനല്ല, ദൈവം വെച്ചിരിക്കുന്ന അളവ് പോലോളം ഉയരുവാൻ നമ്മളെ സമർപ്പിക്കുക. അതേ ഉള്ളൂ. അത്യാവശ്യമായ വിശകലനം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അവർക്ക് ഒരു ഫുൾ പ്രസംഗമായിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും വിശദീകരിച്ച കൊള്ളാം. അതുകൊണ്ട് ഡോണ്ട് റിസ്ക് യുവർ ഇറ്റേണിറ്റി. ഒരിക്കലും നിത്യജീവനെ റിസ്ക് എടുക്കരുത്. മാത്രം റിസ്ക് എടുക്കുക വരുത്. അങ്ങനെ റിസ്ക് എടുക്കുന്ന ആരെയും കണ്ടാൽ ഗൗരവമായി വാണിംഗ് കൊടുത്തേക്കണം. ഗൗരവമായി വാണിംഗ് കൊടുത്തേക്കണം. വേദപുസ്തകത്തിലെ പ്രയോഗങ്ങളൊക്കെ എന്തോ പവർഫുൾ ആണെന്നറിയാമോ? ആട്ടെ, ദൈവം നമ്മെ സഹായിക്കട്ടെ.